ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമുക്ക് ചാൻറ്റിങ് തുടങ്ങണം അല്ലേ? അല്ല, അതിന് മംഗളാചരണം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാംബിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാൻവിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനഗിരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദാം. കഥഞ്ചന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് സ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. അനർപ്പിതചരീം ചിരാത് കരുണയാവതീർണ കലൗ സമർപ്പയിതുമുന്നതോജ്വല രസാം സ്വഭക്തി ശ്രിയം. ഹരിപുരട സുന്ദര ദ്യുതി കഥം വസന്തി പിതഃ സദാ ഹൃദയ കന്തരേ സുരദൂവാ സച്ചിനന്ദനാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതം അഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം. പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നാമം ജപിക്കാം. ആരിന്ന് നാമം ജപിക്കുന്നു? ഇനി വോളണ്ടിയേഴ്സ്? കൃഷ്ണി മാതാജിക്ക് ചെയ്യാം അല്ലേ? ഹരേ കൃഷ്ണ. ഇല്ല, ഓക്കെ, ഞാൻ ചെയ്യാം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ
राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम राम राम, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे,
हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे,
Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Jai Sri Krishna Chaitanya Prabhu Nityananda Advaita Gadadhara Shivasadi Gaura Bhakta Vrinda. Jai Sri Krishna Chaitanya Prabhu Nityananda Hare Krishna Chaitanya Prabhu Nityananda Advaita Gadadhara Shivasadi Gaura Bhakta Vrinda. Hare Krishna. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച് മാതാജി. രസികയ പറഞ്ഞെന്ന് തോന്നി. അത്ര ചെറിയ കുട്ടിയുടെ ശബ്ദം പോലെ തോന്നി. ഞാനാണ് മാതാജി പ്രശ്നി. പിന്നെ അപ്പൊ നമ്മള് ഇന്നലെ കണ്ടു അല്ലേ, ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, ഭക്തി നമ്മൾക്ക് ഭഗവാന്റെ വിഗ്രഹത്തിന്റെ മുമ്പ് പോയി നിൽക്കുമ്പം നമ്മൾക്ക് തോന്നുന്ന ആ ഒരു ഫീലിംഗ് അല്ലേ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു എപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, എപ്പോഴും കൃതജ്ഞത തോന്നണം നമുക്ക് ഭഗവാനോട്. എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഭഗവാനാണ് അതിൻ്റെ എല്ലാം സോഴ്സ്. അതുകൊണ്ട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം എന്നെല്ലാം പറഞ്ഞു. ഇന്ന് നമ്മള് ശ്രീമദ് ഭാഗവതത്തില് 3-ാമത്തെ സ്കന്ധത്തില് 32-ാമത്തെയും 33-ാമത്തെയും ചാപ്റ്റേഴ്സ്, അധ്യായങ്ങള് ദേവഹൂതി മാതയുടെ അടുക്കല് മകനായ കപിലദേവ് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. കുറെ ഉപദേശങ്ങളുണ്ട് അതിൻ്റെ മുമ്പ് തൊട്ട് 28-ാമത്തെ ഇത് ചാപ്റ്റർ തൊട്ടുണ്ട്. പക്ഷെ 32-ലും 33-ലും ഭക്തിയെ കുറിച്ചാണ് പറയുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഭക്തി എങ്ങനെ ചെയ്യാം എന്ന് അമ്മയോട് പറഞ്ഞു കൊടുക്കുക. ദേവഹൂതി മാത അമ്മയാണ് കപിലദേവിന്റെ. കപിലദേവ് എന്ന് പറയുന്ന ഭഗവാന്റെ ഒരു അവതാരമാണ്. അപ്പം ഭഗവാന്റെ അടുക്കല് അമ്മ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഭക്തി ചെയ്യുക? ഞാൻ ഈ ഭൗതിക ലോകത്തിലെ കാര്യങ്ങളിലെല്ലാം ഭയങ്കര ആകൃഷ്ടയായിട്ടിരിക്കുകയാണ്. ഐ എം വെരി മച്ച് അറ്റാച്ച്ഡ് ടു ഓൾ ദീസ് തിങ്സ്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് എങ്ങനെ പിന്തിരിയാം എന്ന് ചോദിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഈ ദേവഹൂതി മാത എന്ന് പറയുന്ന ഭയങ്കര എക്സോൾട്ടഡ് ആണ്. സ്വയംഭുവ മനുവിന്റെ മോളാണ് ദേവഹൂതി. ഹസ്ബൻഡ് ആണെങ്കിൽ കർദമമുനി, മകന് ഭഗവാൻ തന്നെ. അപ്പൊ അങ്ങനെ ഒരു മകന് ജനിക്കണം എന്നുണ്ടെങ്കിൽ എത്ര പ്യോറായിരിക്കണം അല്ലേ ആ അമ്മ. എന്നിട്ടും വളരെ വിനയത്തോടെ ചോദിക്കുകയാണ് മകനോട്, ഞാൻ ഈ ലോകത്തിലെ വളരെ അറ്റാച്ച്ഡ് ആയിരിക്കുന്നു, അതിൽ നിന്ന് ഞാൻ എങ്ങനെ പിന്മാറാം എന്ന് ചോദിക്കുന്നു. അത്ര വിനയത്തോടെ ചോദിക്കുകയാണ്. അപ്പം പറഞ്ഞു കൊടുക്കുന്നതാണ് കപിലദേവ്, എങ്ങനെ നമ്മൾക്ക് ഈ സംസാര ലോകത്തിൽ നിന്ന് മാറാൻ പറ്റും, എങ്ങനെ ഭക്തി നമുക്കുണ്ടാകും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ പറയുകയാണ്, ജപം, നമ്മൾ ജപിക്കുന്നതും അമ്പലത്തിൽ പോകുന്നതും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മൾ അതാണ് ഭക്തി എന്ന് വിചാരിക്കുന്നു. പക്ഷെ ശരിക്കും അത് ഭക്തിയിലോട്ട് നമ്മളെ എത്തിക്കുന്ന മാർഗങ്ങൾ മാത്രമാണ്, അല്ലാതെ ഭക്തി അതല്ല. ഭക്തിയിലേക്ക് എത്തിക്കുന്ന മാർഗം മാത്രമേ ആകുന്നുള്ളൂ. ഇതൊക്കെ ആരാധന എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഭക്തി ആയിട്ടില്ല. എന്നിട്ട് റിയൽ ഭക്തി എന്ന് പറയുന്നത് നമുക്ക് ആ കൃഷ്ണ പ്രേമം തോന്നണം. നമ്മൾക്ക് ഉള്ളിൽ കവിഞ്ഞു ഒഴുകുന്ന ആ ഒരു സ്നേഹം നമുക്ക് തോന്നണം ഭഗവാനോട്. അങ്ങനെ വരുമ്പം നമ്മൾ ലോകത്തുള്ള എല്ലാ കാര്യവും നമ്മൾ ഭഗവാന്റെ ഒരു അംശമാണ്. ഭഗവാന് എല്ലാവരുടെയും ഉള്ളില് കുടികൊള്ളുന്നുണ്ട് എന്നുള്ള ആ ഒരു റിയലൈസേഷൻ നമുക്ക് വരും. ആ ഒരു അങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പൊ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കും. എന്താന്ന് വെച്ചാൽ ഭഗവാന്റെ എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാനുണ്ട് എന്നുള്ള ആ ഒരു റിയലൈസേഷൻ നമുക്ക് വരുമ്പം നമ്മൾ എല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങും. അതാണ്
സിംറ്റം. അപ്പോഴാണ് നമ്മളുടെ ഭക്തി തുടങ്ങി എന്ന് പറയാൻ പറ്റുന്നത്. അതുവരെയും നമ്മൾ ചെയ്യുന്നതെല്ലാം വെറും ആരാധന മാത്രമാണ്. ഈവൻ ജപിക്കുന്നത് അത് നമ്മളെ ഭക്തിയിൽ എത്തിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് ഭഗവാനോട് ഉള്ള അഴിഞ്ഞ സ്നേഹം വരുമ്പോൾ. അങ്ങനെ നമ്മൾ ബാക്കിയുള്ളവരെയും ഭഗവാന്റെ ഒരു അംശമാണെന്ന് മനസ്സിലാക്കി അവരെയും സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളുടെ റിയൽ ഭക്തി തുടങ്ങുന്നത്. പിന്നെ പറയുന്നു, എങ്ങനെ ആ ഭക്തിയിൽ എത്താൻ പറ്റും, അതിനെ എങ്ങനെയാ എത്താൻ പറ്റുന്നതെന്ന് പറയുന്നതെന്ന് വെച്ചാല് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അപ്പൊ അത് എല്ലാ മിനിറ്റും നമ്മൾ അത് അർപ്പിച്ചുകൊണ്ട് വേണം ചെയ്യാൻ എന്ന് പറയുന്നു. അത് എങ്ങനെ സാധിക്കും? ഇപ്പൊ നമ്മള് മറന്നു പോകും അല്ലെ, നമ്മള് ഈ ജോലി തിരക്കിൻ്റെ ഇടയിൽ ഭഗവാൻ അത് സമർപ്പിക്കാനും ഒക്കെ മറന്നു പോകും. നമ്മൾ ഓർക്കുമ്പോൾ അയ്യോ ഭഗവാനെ ഞാൻ എല്ലാം സമർപ്പിക്കുന്നു ഭഗവാന് വേണ്ടി, ഭഗവാന് എന്ന് പറയുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി, അടുത്ത 1 മണിക്കൂർ ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എല്ലാം ഭഗവാന് വേണ്ടിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുക. അങ്ങനെ നമ്മൾ പറഞ്ഞ് തുടങ്ങുമ്പം നമ്മൾ അത് ആ ഫ്രീക്വൻസി കുറയും. നമ്മൾ ഇപ്പം 4 മണിക്കൂർ, ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞു, പിന്നെ ഉച്ചയ്ക്കാണ് ഓർക്കുന്നത് അയ്യോ ഭഗവാനോടെല്ലാം സമർപ്പിക്കണമല്ലോ എന്ന് ഓർക്കുന്നത്. അപ്പോൾ ഒരു 4 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് വന്നു. അങ്ങനെ അത് നമ്മൾ ശീലിച്ചു കഴിയുമ്പോൾ ആ 4 എന്നുള്ള 2 മണിക്കൂറാവും, പിന്നെ 1 മണിക്കൂറാകും. പിന്നെ നമ്മൾക്ക് അത് എപ്പോഴും നിരന്തരമായിട്ട് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ നമ്മൾ ഓർക്കും. അങ്ങനെ നമ്മൾ സമർപ്പിക്കുമ്പോഴാണ്, എല്ലാം സമർപ്പിക്കുക, നല്ലതും ചീത്തയും എല്ലാം സമർപ്പിക്കുക. നമുക്ക് സുഖമുണ്ടായാലും നമുക്ക് ദുഃഖമുണ്ടായാലും ആ ദുഃഖവും നമ്മൾ സമർപ്പിക്കുക. നമ്മളെ ഒരാൾ നിന്ദിക്കുകയാണെങ്കിൽ അതും നമ്മൾ സമർപ്പിക്കുക. എന്നിട്ട് നമ്മുടെ മനസ്സങ്ങ് ഒഴിപ്പിക്കുക, എംപ്റ്റി ചെയ്യണം നമ്മളുടെ ഹാർട്ട്. അതിൽ ഒന്നും വെക്കല്ല. അങ്ങനെ നമ്മൾ ചെയ്ത് പോകുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളും മാറി നമ്മൾ പ്യോറാകുന്നത്. അങ്ങനെ പ്യോറാകുമ്പോഴേ നമുക്ക് ഭഗവാനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ചെയ്യുക. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ, നമ്മളുടെ വീട്ടിലെല്ലാം കാണുമല്ലേ ഒരു പൂജാമുറി, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു ഷെൽഫിലോ എങ്ങാനും ഭഗവാന്റെ വിഗ്രഹം വെച്ചിട്ടുണ്ടാകും അല്ലേ. അപ്പൊ ആ വിഗ്രഹത്തില് നമ്മൾ അതുവഴി പോകുമ്പോഴൊക്കെ നമ്മൾ നമസ്കരിക്കുക, താഴെ വീണ് നമസ്കരിക്കുക. പേയിങ് ഒബേസൻസസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പൊ അങ്ങനെ നമസ്കരിക്കുക ഭഗവാനെ. അത് നമുക്കൊരു റിമൈൻഡറാണ്. അതുവഴി പോകുമ്പോഴൊക്കെ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമുക്ക് അപ്പോൾ ഒരു റിമൈൻഡറാണ്, ഞാനെല്ലാം സമർപ്പിക്കണം, എൻ്റെ ദേഹം പോലും എൻ്റെ മനസ്സ് പോലും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് എന്നാണ് അത് സിംബിളൈസ് ചെയ്യുന്നത് നമ്മൾ താഴെ വീണ് നമസ്കരിക്കുമ്പം. അപ്പം എൻ്റെ ഈ ദേഹം പോലും എൻ്റേതല്ല, അതും കൂടി ഭഗവാന്റേതാണ് എന്ന് നമ്മൾ പറഞ്ഞ് സമർപ്പിക്കണം. പിന്നെ പറയുന്ന ശ്രവണം മാത്രം കൊണ്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഭക്തി വരാൻ വേണ്ടി, ഭഗവാനോട് സ്നേഹം തോന്നണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ മഹിമകൾ അറിയണം. ആ മഹിമകൾ എങ്ങനെയാ അറിയുന്നത്? നമ്മൾ ശ്രവിച്ചുകൊണ്ട് അല്ലെ, ശ്രവണം, കേൾക്കുക. അപ്പൊ ഭഗവാന്റെ ലീലകള്, ഭഗവാന്റെ നാമം നമ്മൾ ജപിക്കുമ്പോഴും ഞാൻ പറഞ്ഞു, നമ്മൾ ജപിക്കുന്ന എങ്ങനെ വേണം? നമ്മൾ അത് ചെവി കൊണ്ട് കേൾക്കണം നമ്മൾ പറയുന്നത്. അപ്പൊ ഉറക്കെ പറയണം എന്നില്ല. നമ്മൾ തന്നെ ഇരുന്ന് രാവിലെ നാമം ജപിക്കുമ്പോൾ നമ്മൾ അത് പതുക്കെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഇങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷേ അത് കേൾക്കണം. അപ്പൊ ശ്രവണത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ശ്രവണം മാത്രം കൊണ്ടായില്ല എന്ന് ദേവഹൂതി മാതയുടെ അടുക്ക പറയുകയാണ്. പിന്നെ എന്താ വേണ്ടത്? നമ്മൾ ശ്രവിക്കുന്നത്. ഇപ്പം നിങ്ങൾ എല്ലാവരും കേൾക്കുകയാണ് അല്ലേ ഞാൻ പറയുന്നത്. അത് കേട്ടോണ്ട് മാത്രമായില്ല, അത് എന്നിട്ട് നമ്മൾ മനനം ചെയ്യണം, നമ്മൾ കണ്ടംപ്ലേറ്റ് ചെയ്യണം അതിനെക്കുറിച്ച്. ഈ പറഞ്ഞത് എന്താണ്, അത് എത്രമാത്രം നമ്മൾക്ക് പ്രായോഗികമാക്കാം എന്നുള്ളത് നമ്മൾ പിന്നെയും അത് ചിന്തിക്കണം.
അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് നമ്മൾക്ക് അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള ആ ഒരു ഇത് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ വെറുതെ കേട്ടു, ഇന്നലെ നമ്മൾ കൃതജ്ഞത വേണം എന്ന് പറഞ്ഞു. എല്ലാ നിമിഷവും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ഈ കാണുന്നതെല്ലാം, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഭഗവാന്റെയാണ്. നമ്മളെ ജസ്റ്റ് ഈ ജന്മം നിങ്ങൾ ഉപയോഗിച്ചോ, പക്ഷെ എപ്പോഴും നിങ്ങൾക്ക് മനസ്സിൽ തോന്നണം, ഇത് എൻ്റേതല്ല, ഇത് മുഴുവൻ ഭഗവാന്റെ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഉപയോഗിച്ചോ എന്നാണ് ഭഗവാൻ പറയുന്നത്, അല്ലെ? അപ്പൊ അതിന് നമ്മൾ എല്ലാത്തിനും ഗ്രേറ്റ്ഫുൾ ആകണം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അത് വീട്ടിൽ പോയിട്ട് അല്ലെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് നമ്മൾ പിന്നെയും അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ വിചാരിച്ചില്ലെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ഗ്രേറ്റ്ഫുൾ ആകാൻ തോന്നുകയില്ല, അല്ലേ? അപ്പൊ അത് നമ്മൾ പിന്നെയും അതിനെക്കുറിച്ച് ഓർത്താലേ നമ്മൾക്ക് ആ ഒരു അത് ചെയ്യാനുള്ള ആ ഒരു പ്രവണത വരുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ കൃതജ്ഞത തോന്നുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഭഗവാന് എല്ലാം അർപ്പിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അർപ്പിക്കുന്നത്, അല്ലേ? നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുമ്പോഴും നമുക്ക് ഇതെല്ലാം ഭഗവാന്റെയാണ്, ഞാൻ തിരിച്ച് ഭഗവാന് തരുന്നു ഭഗവാനെ എന്ന് പറഞ്ഞ് നമ്മൾ കുമ്പിടുമ്പോഴാണ് ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രവൃത്തിയിലാവുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവണം, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എല്ലാം സമർപ്പിക്കുകയും വേണം. നല്ലത് തരുന്നതും നമ്മൾ സമർപ്പിക്കണം. എന്താന്ന് വെച്ചാൽ നമ്മൾ നല്ലതും ചീത്തയും നമ്മൾ സമർപ്പിക്കണം. എന്താ വെച്ചാൽ ചീത്ത സംഗതികൾ നമ്മൾക്ക് ഉണ്ടാവുന്നത് പലപ്പോഴും നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കാനായിരിക്കും ഭഗവാന് അറിയാം ഒരാളെ എങ്ങനെയാണ് ഭക്തിയിൽ മുന്നേറാൻ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളത് ഭഗവാൻ അറിയാം. അപ്പൊ നമ്മളെ മുന്നേറ്റാൻ വേണ്ടി ഭഗവാൻ ചിലപ്പോൾ നമുക്ക് ചീത്ത തന്നിരിക്കും, ചിലപ്പോൾ നമുക്ക് നല്ലത് തന്നിരിക്കും. നമുക്ക് ചില ദിവസം നമുക്ക് പൈസയെ കൈ കാണില്ലായിരിക്കും, അതും ഭഗവാന് അത് അറിഞ്ഞുകൊണ്ട് തന്നെ തരുന്നതാണ്. എന്തിനാണ്? അപ്പം നമ്മൾക്ക് കൂടുതൽ ഭഗവാന്റെ അടുക്കാൻ പറ്റും അതിനു വേണ്ടി. അപ്പൊ എന്ത് നല്ലതോ ചീത്തയോ, നമ്മളെ ആരെങ്കിലും നിന്ദിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മളെ കുറെ ആരെങ്കിലും പുകഴ്ത്തി, എല്ലാം നമ്മൾ ഭഗവാനിൽ അർപ്പിക്കുക. ഇത് നമ്മളുടെ കഴിവ് കൊണ്ടല്ല ഒന്നും നടക്കുന്നത്, അല്ലേ? നമ്മൾക്ക് ഒരു സംഗതി ബാക്കിയുള്ളവരെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ആ കഴിവും തന്നിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഒന്നിലും നമ്മൾ അഹങ്കരിക്കേണ്ട കാര്യമില്ല, എല്ലാം ഭഗവാൻ തന്നെയാണ്. ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാൻ മാത്രമേ ഉള്ളൂ, നമ്മളും ഇല്ല, എല്ലാം ഭഗവാനാണ്. നമ്മളുടെ ഈ ശരീരം, നമ്മുടെ ഈ ആത്മാവും ഭഗവാന്റേതാണ്. അപ്പം നമ്മൾ ഒന്നിലും അഹങ്കരിക്കേണ്ട കാര്യമില്ല, എല്ലാം ഭഗവാന്. അത് കാരണം നമ്മൾ എല്ലാം ഭഗവാന് അർപ്പിക്കുക. എന്തുകൊണ്ട് അർപ്പിക്കണം എന്ന് പറയുന്നത്? അപ്പം നമ്മൾ ഓർക്കും അത്. നമ്മളിൽ ഈ അർപ്പിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഓർത്തോണ്ടാണ് അർപ്പിക്കുന്നത്, അല്ലേ? നമ്മൾ അർപ്പിക്കുമ്പോൾ ഇതെല്ലാം ഭഗവാനുള്ളതാണ്, അതുകൊണ്ട് ഞാൻ അത് തിരിച്ച് ഭഗവാന് തന്നെ തരുന്നു. ഇപ്പം ഗംഗയിലൊക്കെ പോയി ഒരു പൂജയൊക്കെ ചെയ്യുമ്പോൾ ഗംഗയിലെ വെള്ളം എടുത്ത് ഗംഗയിൽ തന്നെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അല്ലാതെ നമ്മൾ വേറെ വെള്ളം കൊണ്ടുവന്നിട്ട് ഗംഗയിൽ ഒഴിക്കുകയല്ല. അപ്പം ഗംഗാജലം തന്നെ നമ്മൾ എടുത്ത് ഗംഗയ്ക്ക് തന്നെ ഓഫർ ചെയ്യാണ്. അതുപോലെയാണ് നമ്മൾ ഭഗവാനും ഓഫർ ചെയ്യുന്നത്. എല്ലാം തരുന്ന ഭഗവാനാണ്. ആ തരുന്നതിൽ നിന്ന് നമ്മൾ തിരിച്ച് ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുകയാണ്. നമ്മൾ എത്ര കൃതജ്ഞതയുണ്ട് നമ്മൾക്ക് എന്നുള്ളത് നമ്മൾ കാണിക്കുകയാണ്. പിന്നെ ഈ പറയുന്നത്, ഈ ഭക്തി കൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ബിഹേവിയറിൽ, നമ്മളുടെ പെരുമാറ്റത്തിലൊക്കെ ഒരു എന്താ ട്രാൻസ്ഫോർമേഷൻ വരണം, ഒരു പരിവർത്തനം വരണം, അല്ലേ? അല്ലെങ്കിൽ അത് ഭക്തി ആയിട്ടില്ല. നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ ഭഗവാനെ സ്നേഹിക്കാനും ബാക്കിയുള്ളവരെ ഭഗവാനെ പോലെ കാണാനും ഒക്കെ തോന്നിയില്ലെങ്കിൽ പിന്നെ അത് കാണിക്കുന്ന, ഇപ്പൊ നമ്മള് ഭാഗവതത്തില് ഈ മറ്റേ ക്ലാസ്സിൽ, പകൽ ക്ലാസ്സിൽ നമ്മൾ ഭാഗവതം എടുക്കുന്നതിൽ പറയുന്നുണ്ട്, അതൊക്കെ കൈതവ ധർമ്മം പോലെയായി. അതെല്ലാം അർത്ഥമില്ല, വെറുതെ കാണിക്കല് മാത്രമാണ്. അല്ലാതെ ഉള്ളില്
ആ ഭക്തി വന്നിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പൊ ആ ഉള്ളിൽ തട്ടി വരുന്ന ആ ഭക്തി വരുമ്പോൾ നമ്മൾക്ക് തന്നെ മാറ്റങ്ങൾ വരും. നോട്ട് ഓൺലി നമ്മളുടെ ബിഹേവിയറിൽ, നമ്മളുടെ നമ്മളെ കാണുന്നതിൽ തന്നെ നമുക്ക് ഫിസിക്കലി പോലും നമ്മൾക്ക് മാറ്റം വരും. നമ്മൾക്ക് ഒരു ഭക്തനെയും ഒരു അഭക്തനെയും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലേ? അവരുടെ മുഖം തന്നെ കണ്ടാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലത്തെ ചേഞ്ചസ് ആണ് നമ്മൾ ഭക്തി ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. പിന്നെ വേറെ നല്ല നല്ല ക്വാളിറ്റീസ് ലൈക്ക് ദയ, നമുക്ക് ദയ വരും. എല്ലാവരെയും എല്ലാം ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് വരും. എല്ലാം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഈ ഭക്തി ഉള്ളിൽ വരുമ്പോഴേ നമ്മൾക്കതൊക്കെ വൈരാഗ്യം വരും. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് എന്തെങ്കിലും വേണം എന്നുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഒരു ആസക്തിയൊന്നും ഇല്ലാതെ നമ്മൾ ഇരിക്കും. അതെല്ലാം ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും നമ്മൾ എല്ലാം ഭഗവാന്റെ കാൽക്കല് സമർപ്പിക്കുമ്പോൾ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ എണീക്കുമ്പോൾ ഉടനെ ഭഗവാനോട് നന്ദി പറയണം. നമ്മൾ എണീറ്റല്ലോ, നമ്മൾക്ക് ആ എണീപ്പിക്കുന്ന ആരാണ്? ഭഗവാനാണ് നമ്മളെ എണീപ്പിക്കുന്നത് അല്ലേ? എത്രയോ പേര് ഉറക്കത്തിൽ മരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ദിവസം നമ്മൾക്ക് ഒരു ദിവസം കൂടെ തന്നല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ ആദ്യം തന്നെ നമ്മൾ നമസ്കരിക്കണം ഭഗവാനെ. ഈ സ്റ്റീവ് ജോബ്സ് എന്ന് പറഞ്ഞ ആളെ അറിയാമോ? ഈ ഐഫോണൊക്കെ ആപ്പിൾ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ ആളാണ് സ്റ്റീവ് ജോബ്സ്. അപ്പൊ സ്റ്റീവ് ജോബ്സ് ഇന്ത്യയിൽ വന്നിട്ട് ഒരു ബാബയുണ്ട്, ആരാണ്? നീം കരോളി ബാബ എന്ന് പറഞ്ഞ ബാബയെ അപ്പോഴത്തേക്ക് മരിച്ചുപോയി. ബാബ ദേഹം വെടിഞ്ഞിരുന്നു. പക്ഷേ സ്റ്റീവ് ജോബ്സ് അവിടെ വന്ന് അവിടെ ആശ്രമത്തിൽ ചെല്ലുമ്പം സ്റ്റീവ് ജോബ്സിന് മനസ്സിലായി, പറഞ്ഞു കേട്ടു, ആ യോഗി, ആ ഒരു ഭക്തൻ എപ്പോഴും ഒരു ആപ്പിള് കടിച്ചിട്ടാണ് ഡിവോട്ടീസിന് കൊടുക്കുക, ഭക്തന്മാർക്ക് കൊടുക്കാറ്. ആപ്പിൾ കടിച്ചു കൊടുക്കും. ഈ നീം കരോളി ബാബ എന്ന് പറയുന്ന ഹനുമാന്റെ വലിയ ഭക്തനായിരുന്നു. എന്നിട്ട് കുറെ മിറക്കിൾസും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ സ്വാമിജി. അപ്പൊ സ്റ്റീവ് ജോബ്സ് എങ്ങനെയോ അറിഞ്ഞു വന്നതാണ്. എന്നിട്ട് മനസ്സിലാക്കി ഇങ്ങനെ ആപ്പിൾ കടിച്ചിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നതെന്ന്. അതാണ് സ്റ്റീവ് ജോബ്സ് ആപ്പിളിന്റെ ലോഗോ ആയിട്ട് വെച്ചത്. ഈ കടിച്ചൊരു ആപ്പിളാണ് അല്ലെ? ഐഫോണും ഒക്കെ എടുത്ത് നോക്കിയാൽ കടിച്ച ഒരു ആപ്പിളിന്റെ ഇതാണ് അതിൽ ലോഗോ ആയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സ്റ്റീവ് ജോബ്സ് എന്ത് ചെയ്യുമായിരുന്നു എന്നറിയാമോ? രാവിലെ എണീറ്റാൽ ഉടനെ മിററിൽ നോക്കിയിട്ട്, കണ്ണാടി നോക്കിയിട്ട് പറയും, ഇത് എൻ്റെ ലാസ്റ്റ് ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എണീക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? അന്ന് ചെയ്യേണ്ട എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. എല്ലാ കാര്യങ്ങളും നല്ലോണം ചെയ്യും. അത് കഴിഞ്ഞേച്ച് രാത്രി കിടക്കാൻ നേരത്തിട്ട് ഇതെല്ലാം ഭഗവാന് സമർപ്പിച്ചിട്ടാണ് കിടക്കുന്നത്. ഞാൻ ഇന്ന് ചെയ്ത പ്രവൃത്തികളെല്ലാം ഞാൻ അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് രാത്രിയിൽ കിടക്കുന്നത്. പിറ്റേ ദിവസം എണീക്കുമ്പോൾ ഭഗവാനോട് പിന്നെയും നന്ദി പറയുന്നു. എനിക്ക് ഒരു ദിവസം കൂടെ തന്നല്ലോ, ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞ ആ ദിവസവും നല്ലോണം ചെയ്യേണ്ട ജോലികളെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യും. എന്നിട്ട് അതെല്ലാം രാത്രിയാകുമ്പോൾ ഭഗവാന് സമർപ്പിക്കും. അങ്ങനെയായിരുന്നു സ്റ്റീവ് ജോബ്സ്. അത്ര വളരെ പുവറായിരുന്നു സ്റ്റീവ് ജോബ്സ് ഏർലിയർ ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്. എന്നിട്ട് എത്ര മിടുക്കനായിട്ട് ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു ഇത് തന്നെ ചെയ്തു അല്ലേ? ഐഫോണൊക്കെ എല്ലാത്തിലും ഉപരിയായിട്ട് കമ്പ്യൂട്ടർ ഇതിലൊക്കെ മൊബൈൽ ഇതില് ഏറ്റവും ഹൈ റേഞ്ചാണ് അല്ലേ ഐഫോണൊക്കെ. അപ്പൊ അത്രയും ഒരു റേഞ്ചിൽ എത്താൻ പറ്റി. എന്തുകൊണ്ടാണ്? ആ ഒരു നന്ദിയും പിന്നെ ആ ഒരു സമർപ്പണ ബുദ്ധിയും ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് അജാമിലയുടെ കഥയും അറിയാം. അജാമില മരിക്കാൻ നേരത്താണ്
ഈ യമദൂതന്മാര് വരും അല്ലെ എടുത്തോണ്ട് പോകാൻ. അജാമില ആദ്യം ചെറുപ്പത്തില് വളരെ നല്ല ഒരു ബ്രാഹ്മണനായിരുന്നു. എല്ലാ സംഗതി ബ്രാഹ്മണന്റെ എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിരുന്നു. പക്ഷേ ബൈ ചാൻസ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കാണാനിടയായി. എന്നിട്ട് പിന്നെ ആ ഒരു ഇതിലോട്ടങ്ങ് മാറി. എന്നിട്ട് പിന്നെ എല്ലാ ചീത്ത സ്വഭാവങ്ങളും തുടങ്ങി ആ അജാമിലയ്ക്ക്. മരിക്കാൻ നേരത്ത് അപ്പം നാച്ചുറലി യമദൂതന്മാര് വന്നു. എവിടെയാ? നരകത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം പേടിച്ചിട്ട് മകനിട്ടിരുന്ന പേര് നാരായണ എന്നായിരുന്നു. അപ്പൊ നാരായണ എന്ന് വിളിച്ചു. അപ്പൊ നാരായണ എന്ന് വിളിച്ചപ്പോ ആര് വന്നു? വിഷ്ണുദൂതന്മാർ അവിടെ എത്തി. എന്നിട്ട് ഈ യമദൂതന്മാരെ പറഞ്ഞു വിട്ടു. എന്നിട്ട് പറഞ്ഞു, നാരായണ എന്ന് വിളിച്ചുകൊണ്ട് ഒരു തവണ നാരായണ എന്ന് വിളിച്ചതേ ഉള്ളൂ, ഇനി നിങ്ങൾക്ക് അവകാശമില്ല, ഈ വ്യക്തിയുടെ ആത്മാവിനെ ഞങ്ങൾക്കാണ് അവകാശം എന്ന് പറയും. എന്നിട്ട് ഉടനെ കൊണ്ടുപോയില്ല, വിഷ്ണു ലോകത്ത് കൊണ്ടുപോയില്ല. ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്തു, രണ്ടാമതൊരു ചാൻസ് കൊടുത്തു നന്നാകാൻ വേണ്ടി. എന്നിട്ട് എന്ത് ചെയ്തു? അജാമില ബദ്രിനാഥിൽ പോയിട്ട് തപസ്സിരുന്നിട്ട് പിന്നെയാണ് വിഷ്ണു ലോകത്ത് പോകുന്നത്. അപ്പൊ അതുപോലെ നമ്മൾക്ക് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുന്നതാണ്. ഓരോ ദിവസം നമ്മൾ എണീക്കുമ്പോഴും നമുക്കൊരു ചാൻസ് തരികയാണ്. ഇന്ന് നന്നാകും നീ എന്നും പറഞ്ഞുകൊണ്ട് ഭഗവാൻ നമുക്ക് ഒരു ദിവസം കൂടെ തരികയാണ്. നമ്മള് ഭക്തിയിൽ പുരോഗമിക്കാൻ വേണ്ടി. അപ്പൊ ആ ചാൻസ് നമ്മൾ ഒരിക്കലും കളയല്ല. അപ്പൊ ഓരോ ദിവസം എണീക്കുമ്പോഴും നമ്മൾക്ക് ഇന്ന് ഞാൻ എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുക കൂടുതല് ഭക്തിയില് എന്ന് വേണം നമ്മൾ ആലോചിക്കാൻ. എന്നിട്ട് ഭഗവാനോട് നന്ദിയും കാണണം ഈ ഇന്ന് എണീക്കാൻ പറ്റിയതില്. എന്നിട്ട് ഭഗവാനോട് പറയണം, ഞാൻ ഇന്ന് എണീറ്റു, അത് ഭഗവാന്റെ കൃപ കൊണ്ട് ഞാൻ എണീറ്റു, ഇന്ന് ഞാൻ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഞാൻ പ്രവർത്തിക്കട്ടെ എന്ന് പറയണം. അതിന് ഒരു ശ്ലോകമുണ്ട്, 4 വരികളേ ഉള്ളൂ. പ്രാതപ്രബോധിതോ വിഷ്ണു എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് ബോധം തന്നത് വിഷ്ണുവാണ്. പ്രാതപ്രബോധിതോ വിഷ്ണു ഋഷികേശ. പ്രാതപ്രബോധിതോ വിഷ്ണു ഋഷികേശ. ഞാൻ എന്ന് പറയുന്നത് മറന്നുപോയി. പ്രാതപ്രബോധിതോ വിഷ്ണു ഋഷികേശ. ഒടുക്കം അത് ഞാൻ ഇടാം, ഗ്രൂപ്പിലിടാം. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പൊ അതിൽ പറയുന്ന എന്താന്ന് വെച്ചാൽ, എന്നെ ഉണർത്തിയത് ഭഗവാനാണ്. ആ ഋഷികേശന് ഞാന് ഇന്ന് ഞാൻ എല്ലാ പ്രവർത്തികളും ആ ഋഷികേശന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ അങ്ങയുടെ ഇച്ഛ പോലെ ചെയ്യട്ടെ, ഇന്ന് മുഴുവനും എന്നെ അങ്ങയുടെ ഇച്ഛ പോലെ ചെയ്യാൻ എന്നെ അനുവദിക്കണേ എന്ന് പറയുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രാർത്ഥനയോടെ നമ്മൾ എണീക്കുകയാണെങ്കിൽ ആ ദിവസം മുഴുവനും നമ്മൾ ഓർക്കുകയും ചെയ്യും. നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രോമിസ് ഞാൻ കൊടുത്താണ് ഭഗവാന്. അപ്പൊ നമ്മൾക്ക് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മൾക്ക് എന്തെങ്കിലും ഭഗവാന് വേണ്ടി ചെയ്യാം, അങ്ങനെ ഭഗവാനെ പ്ലീസ് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ ഭാഗവതത്തിലെ ഏത് ശ്ലോകം എടുത്താലും ഒരു ശ്ലോകം പഠിച്ചാൽ മതി, അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കിയാൽ നമ്മൾ അത് പ്രാവർത്തികമാക്കാനും ശ്രമിക്കുകയാണെങ്കിൽ അതാണ് ഭഗവാന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ. ഭഗവാന് ചൈത്യ ഗുരുവായിട്ട് നമ്മളുടെ ഉള്ളിലിരുന്നാണ് നമ്മൾക്ക് എല്ലാം ചെയ്യാനുള്ള ആ പ്രേരണ തരുന്നത്, അല്ലെ? നമ്മളിപ്പൊ ഭാഗവതം എടുത്ത് വായിക്കണം, നമ്മൾക്ക് ഇപ്പൊ ഈ ക്ലാസ്സിൽ കയറി കേൾക്കണം എന്നൊക്കെ തോന്നുന്നത് എങ്ങനെയാണ്? അത് ഭഗവാൻ നമ്മുടെ ഉള്ളിലിരുന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെ? അപ്പം ചൈത്യ ഗുരുവായിട്ട് നമ്മളുടെ ഉള്ളിലിരുന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ആ ഗുരുവിന് നമ്മൾ ദക്ഷിണയായിട്ട് കൊടുക്കേണ്ട എന്താണ്? നമ്മൾ ഭഗവത്ഗീതയിലെയോ അല്ലെ ഭാഗവതത്തിലെയോ ഒരു വേഴ്സിന്റെ ഒരു ലൈൻ നമ്മൾ പഠിക്കണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കാണാതെ പഠിക്കുകയല്ല, നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം.
ആ അർത്ഥം മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ, നമ്മളുടെ ജീവിതത്തിൽ അത് എങ്ങനെ പ്രാവർത്തികമാക്കും എന്ന് നമ്മൾ ചിന്തിച്ച് അത് പ്രാവർത്തികമാക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാൻ നാച്ചുറലി പ്ലീസ്ഡ് ആകും അല്ലേ? എന്നിട്ട് ഭഗവാന് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഗുരുദക്ഷിണ അതായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോഴേ എന്താ, ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിൽ എപ്പോഴും കുടികൊള്ളും. ഹൃദയത്തിൽ പരമാത്മാവായിട്ട് ഭഗവാൻ ഉണ്ട്, പക്ഷെ നമ്മൾ അത് അറിയുന്നില്ലല്ലോ അല്ലേ? നമ്മൾ പഠിച്ചതേ ഉള്ളൂ, അതൊരു ഇൻഫർമേഷൻ ആയിട്ട്, ഒരു ഡേറ്റ ആയിട്ട് നമ്മളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യും. ഭഗവാന് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. പിന്നെ ഏറ്റവും ഈ കപിലദേവ് ദേവഹൂതിയിലോട് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന് സറണ്ടർ, ഞാൻ പറഞ്ഞു, നമ്മളെ എല്ലാം ഭഗവാന് സമർപ്പിക്കുക. പിന്നെ ഒന്ന് പറയുന്നത് ശ്രദ്ധ. ശ്രദ്ധ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ശ്രദ്ധയല്ല, കോൺസെൻട്രേഷൻ എന്നുള്ളതല്ല. ശ്രദ്ധ എന്ന് സംസ്കൃതത്തിൽ പറയുന്നതിൻ്റെ അർത്ഥം ഫെയ്ത്ത് എന്നാണ്. നമ്മൾക്ക് ഭഗവാനോടുള്ള വിശ്വാസം, അതിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ശ്രദ്ധ വേണം. ഭഗവാന് നമ്മളുടെ കൂടെയുണ്ട്, നമ്മളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നത് ഭഗവാൻ കാരണമാണ്. ഇപ്പൊ നമ്മൾക്ക് ദുഃഖം വന്നാലും അത് ഭഗവാൻ നമ്മളുടെ നല്ലതിന് വേണ്ടി തരുന്നതാണ്, അത് ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് ഓരോ താങ്ങാൻ പറ്റാത്ത ദുഃഖങ്ങൾ വരുമ്പോൾ നമുക്കിത് തോന്നില്ല അല്ലേ? ഇത് ഭഗവാന്റെ ഇച്ഛയാണ്, ഇത് നമ്മുടെ നല്ലതിനാണ് എന്നൊന്നും നമ്മൾക്ക് തോന്നില്ല അല്ലേ? അത് തോന്നിക്കുമ്പോഴാണ് നമുക്ക് ശ്രദ്ധയുണ്ട് എന്ന് പറയാൻ പറ്റുക. നമുക്ക് ഭഗവാനോട് വിശ്വാസമുണ്ട് എന്ന് കാണിക്കുന്നത് നമ്മളുടെ നല്ല കാലത്ത് നമ്മൾ ഭഗവാനെ ഓർക്കുമ്പോഴല്ല, നല്ല കാലത്ത് നമുക്ക് ഭഗവാനോട് വിശ്വാസം ഉള്ളപ്പോഴല്ല, നമ്മളുടെ ചീത്തക്കാലത്തും അതേപോലെ തന്നെ ആ വിശ്വാസത്തിന് ഒരു കുറവും വരാതെ നമ്മൾ ഭഗവാനിൽ തന്നെ അപ്പോഴും അടിയുറച്ച വിശ്വാസം വേണം. അതിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ വീട്, നമ്മളുടെ മനസ്സ്, നമ്മളുടെ ശരീരം എല്ലാം ഒരു ക്ഷേത്രമായി മാറും, ഒരു അമ്പലമായി മാറും. എന്താന്ന് വെച്ചാൽ അപ്പോഴ് നമ്മളുടെ ഉള്ളില് കൃഷ്ണന്റെ സാന്നിധ്യം ഉണ്ടാകും അല്ലെ, നമ്മളുടെ ഹൃദയത്തില്. അപ്പോഴ് നമ്മളുടെ ഇതൊരു ക്ഷേത്രമായി മാറും. നമ്മളുടെ വീടും ഈ അന്തരീക്ഷം പോലും നമ്മൾ പ്യൂരിഫൈ ചെയ്യും. അങ്ങനെ നമ്മൾ പ്യൂരിഫൈ, പിന്നെ നമ്മൾ ആരെങ്കിലും ആയിട്ട് മീറ്റ് ചെയ്യുമ്പോൾ, അവരുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അവർക്കും കൂടി ആ ഒരു ഓറ എന്ന് പറയും, നമ്മളുടെ ചുറ്റിനും ഒരു ഓറയുണ്ട്. ആ ഒരു ദൈവികമായ ഒരു അറ്റ്മോസ്ഫിയർ നമ്മളുടെ ചുറ്റിനും ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ നമ്മൾക്ക് സമർപ്പണ ബുദ്ധി, പിന്നെ നമ്മൾ ശ്രദ്ധയും ഭഗവാനിൽ വിശ്വാസവും ഉണ്ടാകുമ്പം നമ്മൾക്ക് നാച്ചുറലി നമ്മളുടെ ഓറ തന്നെ പ്യൂരിഫൈഡ് ആകും. നമ്മളുടെ ആ എൻവയൺമെന്റ് തന്നെ നമ്മൾ പ്യൂരിഫൈ ചെയ്യും. ആ ഒരു എൻവയൺമെന്റ് എക്സ്പാൻഡ് ചെയ്യും. നമ്മൾക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു ഓറയാണ് നമ്മളുടെ ചുറ്റുമുള്ളത്. നമ്മൾക്ക് ദേഷ്യമുള്ളത്, നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കാന്നിരിക്കട്ടെ, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ ഒരാൾ കയറുമ്പം നമ്മൾ എത്ര ചിരിച്ച് കാണിച്ചാലും അവർക്ക് മനസ്സിലാകും ഇവിടെ എന്തോ ഒരു കശപിശ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള മനസ്സിലാകും അല്ലേ? അത് എന്താണ്? ആ ഓറ, ആ ഒരു എൻവയൺമെന്റ് തന്നെ പൊല്യൂട്ടഡ് ആവുകയാണ്. നേരെ മറിച്ച് നമുക്ക് ഭഗവാനിൽ ഭയങ്കര ശ്രദ്ധയും ഭയങ്കര ഒരു സമർപ്പണവും നമ്മൾക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ തോന്നുമ്പോൾ എന്താ, ആ അറ്റ്മോസ്ഫിയർ തന്നെ നല്ലതാകും അല്ലേ? അപ്പൊ വീട്ടിൽ ആരെങ്കിലും കയറി വരുമ്പോൾ അവർക്കും ഒരു നല്ലൊരു ഫീലിംഗ് വരും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ വീടും നമ്മുടെ പരിസരവും നമ്മളുടെ മനസ്സും നമ്മളുടെ ശരീരവും എല്ലാം ഒരു ക്ഷേത്രമായി മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഭഗവാനില്
ഭക്തി വേണം. ആ ഭക്തി എങ്ങനെ വരുന്നത്? ബൈ സറണ്ടർ ആൻഡ് ബൈ ഫെയ്ത്ത്. അതാണ് ഇന്ന് നമ്മൾക്ക് ഒരു ചെറിയ ഒരു ഭക്തിയെക്കുറിച്ച് പറയാൻ. ഇനി നമ്മൾ ഇന്ന് ചെയ്യേണ്ട വേഴ്സ് 7ാമത്തെ വേഴ്സാണ് അല്ലേ? അതിലോട്ട് പോകാം നമുക്ക്. ഓക്കെ, അപ്പം 7ാമത്തെ വേഴ്സിൽ പറയുന്ന അസ്മാകം തൂ വിശിഷ്ട അസ്മാകം തൂ വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമാ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. ആർക്കെങ്കിലും വായിക്കണോ? നമുക്ക് നേരെ ഇതിലോട്ട് പോകാം. നമ്മൾ കുറെ സമയം എടുത്ത കാരണം. അപ്പൊ അസ്മാകം എന്ന് പറഞ്ഞാൽ നമ്മളുടെ, ദ്വിജോത്തമ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ശ്രേഷ്ഠ. ദ്വിജോത്തമ, ദ്വി എന്ന് പറഞ്ഞാൽ രണ്ടെന്നർത്ഥം. ദ്വിജ എന്ന് പറയുന്ന ബ്രാഹ്മണരെയാണ്. ദ്വിജോത്തമ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ആള്. എന്തുകൊണ്ടാണ് ബ്രാഹ്മണരെ ദ്വിജോ എന്ന് പറയുന്ന, ദ്വിജ എന്ന് പറയുന്നത്? ജ എന്ന് വെച്ചാൽ ജന്മം എന്നാണ് അർത്ഥം. ദ്വിജ എന്ന് പറഞ്ഞാൽ 2 ജന്മമുള്ള എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ ബ്രാഹ്മണന് 2 ജന്മം ഉള്ളത്? ഒന്ന് അമ്മയും അച്ഛനും കൊടുക്കുന്ന ജന്മം, മറ്റൊരു ജന്മം എന്ന് പറയുന്നത് ഈ ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ശിക്ഷ നേടുമ്പോൾ അവര് ത്രെഡ് ഇടും അല്ലെ, സീക്രട്ട് ത്രെഡ് ഇടുന്നുണ്ട് ബ്രാഹ്മണര്. അത് എന്ത് ഗായത്രി പറഞ്ഞിട്ടാണ് ത്രെഡ് ഇടുന്നത് അല്ലെ. അപ്പം ശരിക്കും ആധ്യാത്മിക ഗുരു നോളജ് കൊടുക്കുന്നു, ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു എന്നാണ് അത് സിംബോളൈസ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ദ്വിജോത്തമ എന്ന് ഇവിടെ ദ്രോണാചാര്യരെ വിളിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദ്വിജോത്തമ എന്ന് വിളിക്കുന്നത്? ബ്രാഹ്മണനാണ് അല്ലെ, ബ്രാഹ്മണനാണ് ദ്രോണാചാര്യ. അപ്പം ബ്രാഹ്മണൻ അതിന്റെ ആ റെസ്പെക്ട് കൊടുക്കുന്നതാണ് ദ്വിജോത്തമ എന്ന് വിളിച്ച്. അസ്മാകം തു എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൈന്യം എന്നുള്ള അർത്ഥമാണ്. അസ്മാകം എന്ന് പറഞ്ഞാൽ നമ്മളുടെ. വിശിഷ്ട എന്ന് പറഞ്ഞാൽ പ്രമുഖന്മാരായ, വിശിഷ്ടരായ. ഏവരോ മമ എൻ്റെ സൈന്യം, നമ്മളുടെ സൈന്യം. മമ സൈന്യസ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ സൈന്യത്തിൻ്റെ. നായകാഹ നായകന്മാർ. താൻ അവരെ. തേ അങ്ങേക്ക്. സംജ്ഞാർത്ഥം അറിയാൻ വേണ്ടി. ബ്രവീമി ഞാൻ പറയാം. താൻ അവരെ. നിബോധ അറിയുക. അപ്പൊ പറയാണ് ഇനി. അപ്പൊ ഇത്രയും നേരം ഇതിപ്പോ 7ാമത്തെ ശ്ലോകമാണ് അല്ലെ. അപ്പൊ 3ാമത്തെ ശ്ലോകം തൊട്ട് 6ാമത്തെ ശ്ലോകം വരെയും എന്താ പാണ്ഡവരുടെ സൈന്യത്തിലുള്ള വിശിഷ്ടരായ യോദ്ധാക്കളെയാണ് പറഞ്ഞ. അവര് ഇന്ന ആൾക്കാരൊക്കെ വളരെ വിശിഷ്ടരാണ്, അവര് മഹാരഥന്മാരാണ്, വീര്യവാന്മാരാണ് എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പം സ്വന്തം സൈന്യത്തിലുള്ള യോദ്ധാക്കളെ, മിടുക്കന്മാരായ യോദ്ധാക്കളെ കുറിച്ച് പറയുകയാണ്. അപ്പൊ പറയാണ് ഞാന് ഇനി നമ്മളുടെ സൈന്യത്തിൽ തന്നെയുള്ള മിടുക്കരായ വിശിഷ്ടരായ പ്രമുഖന്മാരെ ഞാന് പരിചയപ്പെടുത്തി തരാം എന്ന് പറയുന്നു. അപ്പം ദ്രോണാചാര്യർക്ക് അറിയാത്ത കൊണ്ടാണോ ആരൊക്കെയാണ് സ്വന്തം സൈന്യത്തില് പ്രമുഖരായ വ്യക്തികള് എന്ന്, യോദ്ധാക്കള് എന്ന് അറിയില്ലാഞ്ഞിട്ടാണോ? അല്ല. എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഈ എല്ലാ സൈന്യരും എല്ലാവരും നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇരുന്ന് ദ്രോണാചാര്യർ ഇതൊക്കെ പറയുന്നത്. അപ്പം മറ്റേ എതിർ പാർട്ടിയിലുള്ള യോദ്ധാക്കളെ കുറിച്ച് അവര് കേമരാണ്, അവര് ഭീമാർജുനനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞത് ഒക്കെ ബാക്കി സ്വന്തം സൈന്യത്തിലുള്ള ഈ സോൾജേഴ്സ് എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അവർക്ക് അവരൊക്കെ ഇത്ര കേമന്മാരാണോ എന്നും പറഞ്ഞ് അവർക്ക് ഒരു കോൺഫിഡൻസ് കുറവ് വരാതിരിക്കാൻ പറയാണ് നമ്മളുടെ സൈന്യത്തിലും ഉണ്ട് നല്ല മിടുക്കരായിട്ടുള്ള ആൾക്കാര്, അവരെ എല്ലാരെയും ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നത്.
അപ്പൊ ബ്രാഹ്മണോത്തമ എൻ്റെ സൈന്യത്തെ നയിക്കുന്നതിന് യോഗ്യതയുള്ള പടനായകന്മാരെ പറ്റി ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നു. അപ്പം ബാക്കി എതിർ പാർട്ടിയിലുള്ള ഈ മിടുക്കന്മാരെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ദുര്യോധനൻ ഇപ്പം സ്വന്തം സൈന്യത്തിലോട്ട് തിരിഞ്ഞു ശ്രദ്ധ. എന്നിട്ട് സ്വന്തം സൈന്യത്തിലുള്ള യോദ്ധാക്കളെ കുറിച്ച് പുകഴ്ത്തി പറയാൻ പോവാണ്. അപ്പം പറയുന്ന എപ്പോഴും ഒരു വാർ ഉണ്ടായാല്, ഒരു യുദ്ധമുണ്ടായാല് നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്തിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ മെന്റൽ സ്ട്രെങ്ത്. നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം, എന്നാലേ നമ്മൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. നമ്മൾക്ക് കോൺഫിഡൻസ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ജയിക്കാനുള്ള സാധ്യത വളരെ കുറയും. നമ്മൾ തോറ്റു പോകും. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ മനസ്സിൽ നമ്മൾ തോറ്റു കഴിഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് തന്നെയാകും റിസൾട്ട്. അതുകൊണ്ടാണ് അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടി, സ്വന്തം സൈന്യത്തിലുള്ള യോദ്ധാക്കളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം ദുര്യോധനൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ ഈ ട്വൈസ് ബോൺ എന്ന് പറഞ്ഞു അല്ലെ, ബ്രാഹ്മണന്മാര് ട്വൈസ് ബോൺ, 2 ജന്മം അവരെടുക്കുന്നുണ്ട്. അതിന് പറയുന്നത് നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് കലിയുഗത്തില് നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ശൂദ്രരായിട്ടാണ് ജനിക്കുന്നത്. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ഈ 4 വർണ്ണാശ്രമത്തില് ഏറ്റവും ലോവസ്റ്റ് ആണ് ശൂദ്രര്. ആദ്യം ബ്രാഹ്മണര്, പിന്നെ ക്ഷത്രിയര്, പിന്നെ വൈശ്യർ, പിന്നെ ശൂദ്രൻ. അപ്പൊ ശൂദ്രനെ പോലെയാണ് നമ്മൾ ജനിക്കുന്നത്. നമ്മൾക്ക് ഇഗ്നറൻസിലാണ് ജനിക്കുന്നത് അല്ലെ. അത് ആത്മീയമായിട്ടുള്ള നോളജ് മാത്രമല്ല നമുക്കില്ലാത്തത്, നമ്മൾക്ക് ഇതുമില്ല, എന്താ ഭൗതികമായിട്ടുള്ള നോളജ് നമ്മൾ ജനിക്കുമ്പോൾ ഇല്ല അല്ലേ. അതുകൊണ്ടാണ് നമ്മളെ സ്കൂളിലും കോളേജിലും ഒക്കെ വിടുന്ന ആ മെറ്റീരിയൽ നോളജ് കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരു ആധ്യാത്മിക ഗുരുവിനെയും അടുക്കേന്നും ശിക്ഷ ലഭിക്കണം. എന്നാലേ അത് പൂർത്തിയാകുന്നുള്ളൂ നമ്മളുടെ ജ്ഞാനം. അല്ലെങ്കിൽ ഭൗതിക ജ്ഞാനം മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ആത്മീകമായിട്ട് നമ്മൾക്ക് ഒരു ജ്ഞാനവും ഉണ്ടാവില്ല. അപ്പോഴാണ് നമ്മൾ ഈ ഇതില് ഭൗതിക ഓരോ സംഗതിയിൽ നമുക്ക് ആസക്തി ഉണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ ജീവിക്കും. നമ്മൾ ഭഗവാനുണ്ടെന്നോ ഭഗവാനെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ ഒന്നും അറിയാതെ. അപ്പൊ കൂടിപ്പോയാൽ നമ്മൾ അമ്പലത്തിൽ പോയി വിഗ്രഹത്തിൽ പ്രാർത്ഥിച്ച് നമ്മൾക്ക് വേണ്ടതെല്ലാം ചോദിക്കും, എന്നിട്ട് ഇങ്ങി പോരും. എന്നിട്ട് അതാണ് ഭക്തി എന്ന് നമ്മൾ വിചാരിക്കും. എന്താണെന്ന് വെച്ചാൽ ആരും നമുക്ക് പറഞ്ഞു തരാനില്ല. എന്താണ് റിയൽ ഭക്തി എന്ന് വെച്ചാൽ എന്താണ് എന്ന് പറയാൻ ഒരു ഗുരു നമ്മളുടെ ജീവിതത്തിൽ ഇല്ലാത്ത കൊണ്ടാണ് നമ്മൾ. അല്ല, സ്കൂളിലൊന്നും ഇത് പഠിപ്പിക്കുന്നില്ല അല്ലേ. സ്കൂളിൽ എന്താ പഠിപ്പിക്കുന്നത്? മാത്സും സയൻസും സോഷ്യൽ സ്റ്റഡീസും ഒക്കെ പഠിപ്പിക്കുന്നുള്ളൂ, അല്ല ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. ഇതൊരു വാട്സാപ്പിൽ ഞാൻ കണ്ടതാണ്. അയാള് വലുതായി, എന്നിട്ട് അയാള് ചുമട്ടുകൂലിക്കാരനാണ്. എന്നിട്ട് അയാള് പണ്ട് പഠിപ്പിച്ച മാത്സ് ടീച്ചറിനെ കാണുന്നു. എന്നിട്ട് മാത്സ് ടീച്ചറിനൊക്കെ പറഞ്ഞു, അങ്ങല്ലേ എന്നെ പൈ പഠിപ്പിച്ചു, പൈ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിപ്പിച്ചതെന്ന്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് 1 എന്നൊക്കെ പറഞ്ഞു തന്നത് അങ്ങല്ലേ. പിന്നെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽസ് ടാൻ തീറ്റ എന്നൊക്കെ പറഞ്ഞു തന്നെ അങ്ങല്ലേ. എന്നിട്ട് ഞാൻ എപ്പോഴും തോക്കുകയും ചെയ്യുമായിരുന്നു മാത്സിന്, എന്നിട്ട് എന്നെ കിഴുക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പം ജീവിതത്തിൽ ഇത് എവിടെയാ പ്രവർത്തിക്കേണ്ടത്? ഞാൻ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് 1 എന്നുള്ള ഞാൻ ജീവിതത്തിൽ എനിക്ക് യൂസേ ചെയ്യേണ്ടി വരുന്നില്ലല്ലോ എന്ന് പറയുന്നു.
അപ്പോഴ് ആ ടീച്ചർ ഓടും അയാള് അടിക്കാതെ ഇരിക്കാൻ. അപ്പൊ അതുപോലെ നമ്മൾ ഈ മെറ്റീരിയൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ പഠിക്കുന്നത് നമ്മൾക്ക് ജീവിതത്തിൽ നമ്മൾക്ക് ഒരു ജോലി കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എഡ്യൂക്കേഷൻ വേണ്ട എന്നല്ല പറയുന്നത്, നമ്മൾ എടുക്കണം എഡ്യൂക്കേഷൻ. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ അടുക്ക് എത്താൻ പറ്റുന്നില്ല. അതിന് നമ്മൾക്ക് ആത്മീയ നോളജ് തന്നെ നേടണം. അത് ആരുടെ അടുക്കൽ നിന്ന് നേടാൻ പറ്റുന്നത്? ഒരു ഗുരുവിൻ്റെ അടുക്കൽ നിന്ന്. ആ ഗുരു ആരായിരിക്കണം? വെറും ഒരാള് ഞാൻ ഗുരുവാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല. ഗുരു എന്ന് പറയുന്നത് പരമ്പര വഴി ഭഗവാനിൽ നിന്ന് പരമ്പരയായിട്ട് വരുന്ന ഒരാളായിരിക്കും ഗുരു എന്ന് പറയുന്നത്. ഭഗവാൻ അത് ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു, ബ്രഹ്മാവ് അത് നാരദന് പറഞ്ഞു കൊടുത്തു, നാരദൻ വ്യാസദേവന് പറഞ്ഞു കൊടുത്തു, വ്യാസദേവൻ മകനായ ശുഗദേവ് ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്തു, ശുഗദേവ് ഗോസ്വാമി അത് പരീക്ഷിത് മഹാരാജിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു ലീനേജ് വേണം. അത് ഈ ഒരു ലീനേജ് മാത്രമല്ല, വൈഷ്ണവ സമ്പ്രദായം 4 സമ്പ്രദായങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിൽ നമ്മൾ പെട്ടാലേ ആ റിയൽ നോളജ് നമ്മൾ ഭഗവാന് പറഞ്ഞത് നമ്മളുടെ അടുക്കൽ എത്തുള്ളൂ. അല്ലാതെ ആരെങ്കിലും ഞാൻ ഗുരുവാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പ്രത്യേകിച്ച് ഈ കലിയുഗത്തില് ധാരാളം ഗുരുക്കളെ കാണുന്നുണ്ട് അല്ലേ? അപ്പൊ ഏതാണ് ശരിയായ ഗുരു, ഏതാണ് തെറ്റായ ഗുരു എന്നറിയാൻ വേണ്ടി നമ്മൾ അന്വേഷിക്കണം. ഈ ഗുരുവിന്റെ ഗുരു ആരാണ്, ആ ഗുരുവിന്റെ ഗുരു ആരാണ്, അതിങ്ങനെ വന്ന് അത് ഭഗവാനിൽ ചെന്ന് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഒരു ഗുരുവിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ്. അങ്ങനെ ഒരു ഗുരുവിനെ നമ്മൾക്ക് ഭഗവാനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് പറയുന്നത്. അത് കഴിഞ്ഞിച്ച് പറയുന്നുണ്ട് അർജുനന് 37ാമത്തെ ശ്ലോകത്തില് 6ാമത്തെ ചാപ്റ്ററിൽ ചോദിക്കുന്നുണ്ട് ഭഗവാന്റെ അടുക്കൽ, നമ്മൾ ഈ സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നു, നമ്മൾ ജപിക്കുന്നു, ഭഗവത്ഗീതയും ഭാഗവതവും എല്ലാം കേൾക്കുന്നു, കുറച്ചൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളങ്ങ് മരിച്ചും പോകുന്നു. ഇത് കംപ്ലീറ്റ് ആവാതെ, എന്ന് വെച്ചാൽ ഭക്തിയുടെ ആ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? നമുക്ക് കൃഷ്ണപ്രേമം വരണം, നമുക്ക് ബാക്കിയുള്ളവരെ എല്ലാവരെയും കൃഷ്ണന്റെ പ്രതിനിധികളായിട്ട് കാണാൻ സാധിക്കണം. ഇതൊക്കെയാണ് അൾട്ടിമേറ്റ് ഗോള്. അവിടെ എത്തുന്നതിന് മുമ്പ് അത് ഇറ്റ്സ് എ ലോങ് വേ ഫ്രം ഹിയർ അല്ലേ? നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, നമ്മൾ ശിശുക്കളാണ് ഇപ്പോഴും. അപ്പൊ ആ സ്റ്റേജ് നമ്മൾ എത്തുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു ആത്മാവിന് എന്താണ് ഇനി അടുത്ത അവര് എന്തായി മാറും എന്നാണ് അർജുനൻ ചോദിക്കുന്നു കൃഷ്ണന്റെ അടുക്കൽ. അപ്പൊ കൃഷ്ണൻ പറയുന്ന എന്താണ്? അവര് ഇത്രയും നാള് ചെയ്തത് വെറുതെ ആകില്ല, അവര് എവിടെ വെച്ച് നിന്നു അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും അടുത്ത ജന്മത്തിൽ ചെയ്യുന്നത് എന്ന് ഉറപ്പ് കൊടുക്കുന്നു കൃഷ്ണൻ. എന്നിട്ട് പറയുന്നു അവർക്ക് ഒന്നുമില്ല ഒരു ബ്രാഹ്മണന്റെ ഒരു നല്ല ഒരു പുണ്യം ചെയ്ത ഒരു ഫാമിലിയിൽ വന്ന് പിറക്കും, അല്ലെങ്കിൽ നല്ല ഒരു വെൽത്തി ഫാമിലിയിൽ അവര് ജന്മമെടുക്കും. എന്നിട്ട് അവർക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാഹചര്യം കൊടുക്കും. എന്നാൽ എല്ലാവരും അത് യൂസ് ചെയ്യണം എന്നില്ല. നമ്മൾ നല്ല വെൽത്തി ഫാമിലിയിൽ അല്ലെ നല്ല അമ്മയും അച്ഛനും ഒക്കെ നല്ല ബ്രാഹ്മണരായിരിക്കും, നല്ല പുണ്യ പ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കും. പക്ഷെ മകൻ അങ്ങനെ ആവണം എന്നില്ല. ഭഗവാൻ അങ്ങനെ ഒരു സാഹചര്യത്തെ കൊടുത്തു. പക്ഷെ എന്നാലും നമുക്ക് ചീത്ത കൂട്ടുകെട്ടുകൊണ്ട് നമ്മൾ ചീത്തയായി മാറാം. അപ്പം ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി. നമ്മൾ പ്രോഗ്രസ് ആ ജന്മം നമ്മൾ വെറുതെ നശിപ്പിക്കാതെ നമ്മൾ പ്രോഗ്രസ് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ഒരു ഡ്യൂട്ടിയാണ്. അത് നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ ഒരു ഗുരുവിനെ സമീപിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ സ്റ്റഡീസും സയൻസും പഠിച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് നമ്മൾ ഒരു ജോലിയും കിട്ടും, നല്ലൊരു ജോലിയും കിട്ടുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് നമ്മളുടെ എയിം, ഈ ഹ്യൂമൻ ലൈഫ് എടുത്തതിൻ്റെ ആ എയിം നമ്മൾ കിട്ടുന്നില്ല. നമ്മൾ കുറേ റിച്ച് ആയിരിക്കും, നമ്മൾ എന്താ പറയുന്നത് ടാറ്റയോ ഒക്കെ ആവാൻ പറ്റുമായിരിക്കും, ആ ഒരു ലെവലിൽ എത്താൻ പറ്റുമായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് ഭഗവാന്റെ കാരുണ്യം ലഭിക്കണം, അല്ലെങ്കിൽ നമ്മൾക്ക്
ഈ ഒരു എയിം ഓഫ് ഹ്യൂമൻ ലൈഫ് അത് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണം. അതാണ് അർജുനന്റെ അടുക്ക കൃഷ്ണൻ പറയുന്നുണ്ട്. എല്ലാ ഗീതയും പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, എനിക്കും തന്നെ എന്താ പ്രചോദനം തരാനേ, മോട്ടിവേറ്റ് ചെയ്യാനേ എനിക്ക് പറ്റുള്ളൂ. എനിക്കിതെല്ലാം പറഞ്ഞു തന്നിട്ട് നിന്നെ ഇതൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. പക്ഷെ അത് പ്രവർത്തിക്കേണ്ടത് നീ തന്നെയാണ്. അല്ലാതെ നമ്മൾക്ക് പറയുമല്ലേ, ഒരു കുതിരയെ നമുക്ക് വെള്ളത്തിന്റെ അടുത്ത് വരെയും കൊണ്ടുവരാനേ പറ്റുള്ളൂ, അതിനെ കൊണ്ട് വെള്ളം കുടിപ്പിക്കാൻ അത് തന്നെ വിചാരിക്കണം എന്ന് പറയൂ അല്ലേ. അപ്പൊ അതുപോലെ നമ്മൾക്ക് ഈ ഒരു ഗുരുവിനാണെങ്കിലും ആ പറഞ്ഞു തരാൻ വരെ പറ്റുള്ളൂ. അത് പ്രവർത്തിക്കേണ്ടത് നമ്മളുടെ കയ്യിലാണ്, ആ ചുമതല നമ്മൾക്കുള്ളതാണ്. അപ്പൊ അത് നമ്മള് സിൻസിയർ ആയിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മളുടെ ലക്ഷ്യത്തിലെത്തുള്ളൂ. പിന്നെ എന്താണ്, ഈ കുരുക്ഷേത്ര വാർ തന്നെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ദുര്യോധനന്റെ ആ എന്താ എൻവി എന്ന് പറഞ്ഞ അസൂയ, പാണ്ഡവരോടുള്ള അസൂയ കൊണ്ടാണ് ഈ വാർ തന്നെ വന്നത് അല്ലെ. എന്താന്ന് വെച്ചാ അത് യുധിഷ്ഠിരക്കാണ് ആ രാജ്യം കിട്ടാൻ അർഹിക്കുന്നത് യുധിഷ്ഠിരനാണ്. പക്ഷേല് ഓക്കെ, എന്നാൽ ഹാഫെങ്കിലും കൊടുക്കാം എന്ന് പോലും ചിന്തിച്ചില്ല ദുര്യോധനൻ. എന്തുകൊണ്ടാണ് യുധിഷ്ഠിരനാണ് എന്ന് പറയുന്നത്? എന്താന്ന് വെച്ചാൽ ധൃതരാഷ്ട്രര് കണ്ണ് കാണാൻ വയ്യാത്തായിരുന്നു. ധൃതരാഷ്ട്ര മൂത്ത മകനാണെങ്കിലും പാണ്ഡു എന്ന് പറഞ്ഞ ഇളയ ബ്രദറാണ് രാജാവായത്. പക്ഷെ പാണ്ഡു നേരത്തെ മരിച്ചത് കാരണമാണ് ധൃതരാഷ്ട്രര് രാജാവായിട്ട് താൽക്കാലികമായിട്ട് നിന്നത്. യുധിഷ്ഠിരന് പ്രായപൂർത്തിയാകുന്നിടം വരെ. അപ്പൊ ശരിക്കും അത് യുധിഷ്ഠിരന് അവകാശപ്പെട്ടതാണ്. ഇനിയിപ്പൊ ധൃതരാഷ്ട്രർ മൂത്തതായിരുന്നു, കണ്ണ് കാണാൻ വയ്യാത്ത കൊണ്ടായിരുന്നു ഇത് കിട്ടാഞ്ഞത്. അതുകൊണ്ട് ധൃതരാഷ്ട്രരുടെ മകന് ദുര്യോധനനും അവകാശമുണ്ട് എന്നൊരു വാദം നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിലും ബിറ്റ്വീൻ ദുര്യോധനൻ ആൻഡ് യുധിഷ്ഠിരനാണ് മൂത്തത്. അത് ഞാന് ഇവിടെ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗാന്ധാരി 2 കൊല്ലം പ്രഗ്നന്റ് ആയിരുന്നു, എന്നിട്ട് കുഞ്ഞ് വരുന്നില്ല പുറത്ത്. അപ്പോഴാണ് അറിയുന്നത് യുധിഷ്ഠിരന്റെ അമ്മ കുന്തി ദേവി യുധിഷ്ഠിരനെ പ്രസവിച്ചു എന്നറിയുന്നത്. അപ്പോഴ് ആ അസൂയ സഹിക്കാൻ മേലാഞ്ഞിട്ട് വയറ്റിലിടിച്ചിട്ട് അപ്പോഴ് എന്തു പറ്റു, ഒരു മാംസ കഷ്ണമാണ് വീണത്. അപ്പൊ ആ മാംസ കഷ്ണത്തിനെ വ്യാസദേവന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം 101 കലങ്ങളിലായിട്ട് വെച്ച് നെയ്യും ഇട്ട് അടച്ചു വെച്ചു. ഇത് 2 കൊല്ലം കഴിഞ്ഞിട്ടേ അത് തുറന്നുള്ളൂ. തുറന്നപ്പോഴെന്താണ്, ദുര്യോധനനാണ് ആദ്യം ഇറങ്ങി വന്നല്ലേ. അപ്പൊ ദുര്യോധനന് ഒരു ചെന്നായിനെ പോലെ ശബ്ദം കേൾപ്പിച്ചു. പിന്നെ കുറെ ദുർനിമിത്തങ്ങളും കണ്ടു ആ രാജ്യത്ത് മുഴുവനും. അപ്പോഴ് ധൃതരാഷ്ട്രരെ ഉപദേശിച്ചു, വിതുരര് ഇങ്ങനെ ഒരു ഇതിനെ വെക്കല്, അതിനെ കൊല്ലുകയോ അല്ലെങ്കിൽ കളയണം എന്ന് പറയും. അത് പക്ഷെ ധൃതരാഷ്ട്രരെ ചെയ്തില്ല. അതും ഒരു സ്വാർത്ഥത കൊണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇതിൽ നിന്നൊക്കെ കാണുന്ന എന്താണ്, നമ്മള് ആ വാറിൽ പറയുന്നത് 60 കോടി ആൾക്കാർ മരിച്ചു എന്നാണ് ഈ കുരുക്ഷേത്ര വാറില്. അപ്പൊ അത്രയും പേര് മരിക്കാൻ ഇടവന്നത് ഇവരുടെ സ്വാർത്ഥത കൊണ്ട് മാത്രമാണ് അല്ലെ. എന്നിട്ട് ഇവരിലും ഒതുങ്ങുന്നില്ല ആ സ്വാർത്ഥത. അവരുടെ ഫോർഫാദേഴ്സും ഒക്കെ സ്വാർത്ഥതയുള്ളവരായിരുന്നു. ആരായിരുന്നു? ഈ ഭീഷ്മരുടെ അച്ഛനാണ് ശന്തനു. അപ്പൊ ശന്തനു മഹാരാജാവിന് ഓൾറെഡി ഗംഗാദേവിയിൽ നിന്ന് ദേവവൃതൻ എന്ന് പറഞ്ഞ, ഭീഷ്മരുടെ ആദ്യത്തെ പേര് ദേവവൃതൻ എന്നായിരുന്നു. അപ്പൊ ദേവവൃതൻ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞുണ്ടായിട്ടും
എന്ത് ചെയ്തു? ശന്തനുവിന് ഒരു കുഞ്ഞുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സത്യവതിയെ കാണാൻ ഇടവരുന്നു. അപ്പൊ സത്യവതിയെ കല്യാണം കഴിക്കണം എന്ന് തോന്നുമ്പം സത്യവതിയുടെ അച്ഛൻ്റെ അടുക്ക ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞ് വേണം രാജ്യം ഭരിക്കാന് എന്ന്. അപ്പൊ നോക്കിക്കേ, അങ്ങേർക്കും സ്വാർത്ഥതയുണ്ടായിരുന്നു അല്ലെ. ആ സത്യവതിയുടെ അച്ഛന് ഒരു മീൻകാരൻ എന്നല്ലേ പറയുന്നത്, മീൻകാരൻ ആയിരുന്നു, അവരുടെ ലീഡർ ആയിരുന്നു. അപ്പൊ അങ്ങേർക്കും തോന്നി എൻ്റെ മകൻ രാജ്യം ഭരിക്കണം എന്ന്. ആ സ്വാർത്ഥത കൊണ്ടാണ് അത് ഭീഷ്മര് അച്ഛന് പറ്റില്ല എന്നും പറഞ്ഞ് തിരിച്ച് വീട്ടിൽ വരും, കൊട്ടാരത്തിൽ വരും. അപ്പൊ ദേവരഥൻ അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പം ബാക്കി മന്ത്രിമാരോട് ചോദിക്കും, എന്താ അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതാണ് കാര്യം എന്ന് പറയും. അപ്പൊ സത്യവതിയുടെ അച്ഛനെ ദേവരഥൻ തന്നെ പോയി കാണും. അപ്പൊ സെയിം ആവശ്യം പറയും, സത്യവതിക്കുണ്ടാകുന്ന മകൻ വേണം രാജാവാകാൻ. അപ്പൊ ദേവരഥൻ പറയും, ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് പറയും. അപ്പം ഓക്കെ, നീ ഓക്കെ പറയുമായിരിക്കും, പക്ഷെ നിനക്കുണ്ടാകുന്ന കുഞ്ഞ് ചിലപ്പം ആ അവകാശം പറഞ്ഞ് വന്നാലോ എന്ന് ചോദിക്കുമ്പോ പറയും, ഞാൻ കല്യാണമേ കഴിക്കാൻ പോകുന്നില്ല, ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാകും, ഞാൻ എപ്പോഴും ബ്രഹ്മചാരി തന്നെയായിരിക്കും എന്ന് പറയും. അപ്പൊ അവിടെയും നമ്മൾ സ്വാർത്ഥത കാണുന്നു അല്ലെ. അപ്പൊ ആ സത്യവതിയുടെ അച്ഛന്റെ സ്വാർത്ഥതയാണ് ക്യാരി ഫോർവേഡ് ചെയ്ത് ഇവിടെ ദുര്യോധനന്റെ അടുക്ക വരെയും എത്തിയത്, ആ സ്വാർത്ഥത. അല്ലായിരുന്നു, അങ്ങനെ സത്യവതിയുടെ അച്ഛൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നോർമലി ആരായിരുന്നതിന് രാജാവ്? ഭീഷ്മര്. അപ്പൊ ഒരു പ്രശ്നവുമില്ലായിരുന്നു അല്ലേ. അതിന് പകരം ഇത്രയുമൊക്കെ ഒരു വോറിൽ ചെന്ന് കലാശിച്ചത് ഈ ആൾക്കാരുടെയൊക്കെ സ്വാർത്ഥത കാരണമായിരുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു തോന്നുന്നു ഇതല്ല അല്ലെ, ചിത്രഗതനും വിചിത്രവീര്യൻ എന്നും പറഞ്ഞ 2 മക്കളുണ്ടായിരുന്നു. എന്നിട്ട് വിചിത്രവീര്യന്റെ ഭാര്യമാരിൽ നിന്നാണ് ധൃതരാഷ്ട്രരും പാണ്ഡുവും വിതുരൻ എന്ന് പറഞ്ഞ ഒരു മകനും കൂടെ ഉണ്ടായത്. അപ്പൊ എന്നിട്ട് പാണ്ഡു മരിക്കുന്നു. പാണ്ഡു മരിക്കുമ്പോഴ് യുധിഷ്ഠിരന് അപ്പൊ പ്രായമായിട്ടില്ല. അങ്ങനെയാണ് ധൃതരാഷ്ട്രര് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? നമ്മൾക്ക് അത്യാഗ്രഹവും നമ്മൾക്ക് ബാക്കിയുള്ളവരോട് അസൂയയും ഒക്കെ വന്നാല് നമ്മളുടെ തന്നെ നാശത്തിന് അത് ഇടവരുത്തുന്നു എന്നാണ്. എന്നിട്ട് ഭഗവത്ഗീതയിൽ തന്നെ 16ാമത്തെ ചാപ്റ്ററിലെ 21ാമത്തെ വേഴ്സിൽ പറയുന്നുണ്ട്, 3 എന്താ നമ്മളുടെ സ്വഭാവങ്ങളാണ് നമ്മളെ നരകത്തിലോട്ട് കൊണ്ടുപോകുന്നത്. നരകത്തിലേക്ക് ഉള്ള 3 വാതിലുകള്, 3 ഗേറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒരു ഗേറ്റ് പറയുന്ന എന്താണ്? ഗ്രീഡ്, അത്യാഗ്രഹം ആണ് ഒരു ഗേറ്റ് അതിൻ്റെ. അപ്പൊ ആ ഒരു ഇത് ഈ 3 സ്വഭാവങ്ങൾ മാറ്റണം എന്ന്, അത് ഉണ്ടാവാൻ പാടില്ല എന്ന് അർജുനനോട് കൃഷ്ണൻ പറയുന്നതാണ് അത്. പിന്നെ നമ്മൾ കാണുന്ന ധൃതരാഷ്ട്രനോട് മകനോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ്, ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു ദുര്യോധനനോട്. അതുകൊണ്ടാണ് ദുര്യോധനൻ തന്നെ ദുര്യോധനൻ കുറേ അക്രമങ്ങൾ ചെയ്തിട്ടുണ്ട് പാണ്ഡവരോട്. അതിനെല്ലാം കൂട്ടുനിന്നു ധൃതരാഷ്ട്രര്. എന്തുകൊണ്ടാണ്? ആ മോനോടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ധൃതരാഷ്ട്ര എന്ന് പറഞ്ഞാൽ തന്നെ രാഷ്ട്രത്തിനോടും ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. ആ രാഷ്ട്രത്തിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ധൃതരാഷ്ട്രര്. അതുകൊണ്ടാണ് ആ രാഷ്ട്രം വിട്ടുകൊടുക്കാന് തയ്യാറല്ലാതായത്. പിന്നെ വേറൊന്ന് നമ്മൾ കാണുന്നത്, ദുര്യോധനൻ ആദ്യം മറ്റേ എതിർ സൈന്യത്തിലെ ആൾക്കാരുടെ അവരുടെ മിടുക്ക് അസസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വിലയിരുത്തി, അവര് എത്രമാത്രം മിടുക്കരാണ് എന്നുള്ളൊരു വില
വില ചെയ്തു. അത് ആവശ്യമാണ്. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോഴും നമ്മൾക്ക് നമ്മളുടെ എതിര് നിൽക്കുന്നവരുടെ നല്ലതും നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ചീത്തയും നമ്മൾ അല്ലാതെ ബ്ലൈൻഡ് ആവല്. അവര് എത്ര കേമരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതനുസരിച്ച് വേണം നമ്മളുടെ മൂവ്, നമ്മൾ എങ്ങനെയാ ഇനി പ്രവർത്തിക്കേണ്ടത് എന്നുള്ള അതിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് അത് ചെയ്തത് ദുര്യോധനൻ ചെയ്യേണ്ടതായിരുന്നു. ഒരു എനിമിയുടെ സ്ട്രെങ്ത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമ്മൾക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. പിന്നെ എന്താ, വൈഷ്ണവർക്കുള്ള ഒരു ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ, വൈഷ്ണവര് വെറുതെ ചാൻറ്റ് ചെയ്ത് ജപിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, ആവശ്യം വന്നാൽ കൃഷ്ണന് വേണ്ടി അവര് വാളുയർത്താനും അവര് മടിക്കില്ല. അത് ഞാൻ വാളുയർത്തണം എന്നല്ല, പക്ഷെ they will fight for Krishna also. അതാണ് അർജുനൻ ഇവിടെ ചെയ്തത്. അർജുനന് ഫൈറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ അത് കൃഷ്ണന്റെ ഇച്ഛയാണ് എന്നറിഞ്ഞപ്പോഴാണ് ഫൈറ്റ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഭഗവാന്റെ ഇച്ഛ എന്താണെന്ന് മനസ്സിലാക്കിയാൽ, അത് ബാക്കിയുള്ളവർ ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ നമ്മൾ അത് എതിർക്കാനും നമ്മൾ മടിക്കരുത്. ചിലവരെല്ലാം കൃഷ്ണനെ കുറിച്ച് മോശം പറയും, അല്ലെ കൃഷ്ണ ഭക്തന്മാരെ കുറിച്ച് മോശം പറയുമ്പോൾ അത് നമ്മൾ സഹിച്ചോണ്ടിരിക്കല്, കേട്ടോണ്ടിരിക്കല്. നമ്മൾ അത് അവിടെ അവരുടെ വായ പൂട്ടണം, അല്ലെങ്കിൽ നമ്മൾ ആ സ്ഥലത്തുനിന്ന് മാറിപ്പോണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കൃഷ്ണനെ എപ്പോഴും യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത പറയുന്നുണ്ട് അല്ലെ. എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാകുന്നു അപ്പോഴ് എന്ത് ചെയ്യുന്നു? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. അപ്പൊ എന്ത് ചെയ്യും? ഈ ഭക്തന്മാരെ രക്ഷിക്കാനും പിന്നെ ഈ ദുഷ്കൃതികളെ മുഴുവനും നാശം വരുത്താനും വേണ്ടി ഭഗവാന് വരുന്നു യുഗേ യുഗേ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു വാറിന്റെ കേസ് എടുത്താൽ, കുരുക്ഷേത്ര വാറിൽ നോക്കിയാല് ഭഗവാന് ആയുധം എടുത്തേയില്ല. അപ്പൊ ബാക്കിയുള്ളവരെ കൊണ്ട് ആ കാര്യം സാധിച്ചെടുത്തു അല്ലെ. അപ്പൊ വൈഷ്ണവന്മാരാണ് എല്ലാരും അല്ലെ. പാണ്ഡവരുടെ സൈഡിൽ നിന്നവരെല്ലാം വൈഷ്ണവരാണ്. അവര് ഭഗവാനെ അംഗീകരിച്ച ആൾക്കാരാണ്. അവര് ഭഗവാന് വേണ്ടി ഫൈറ്റ് ചെയ്തു അല്ലെ. അതുകൊണ്ട് വൈഷ്ണവര് ഒരിക്കലും മടിക്കില്ല ഭഗവാന്റെ ഇച്ഛ നടത്താന്. അവര് ആയുധം എടുക്കണമെങ്കിൽ ആയുധം എടുക്കും. അവര് കവേർഡുകളല്ല, എന്ന് വെച്ചാൽ ഭീരുക്കളല്ല അവരൊരിക്കലും. അതാണ് പറയുന്നത്. പൊതുവെ വൈഷ്ണവര് നോൺ വയലന്റ് ആണ്. അർജുനൻ ആദ്യം എന്താണ് പറഞ്ഞ, എനിക്ക് ഫൈറ്റ് ചെയ്യണ്ട, എൻ്റെ ഗുരുക്കളും എൻ്റെ പിതാമഹരും ഒക്കെ ഉണ്ട് ഇവിടെ, അവരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ്? അത് അവരോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് അല്ലെ. പക്ഷേല് ഭഗവാന്റെ ഇച്ഛയാണ് അത് എന്നറിഞ്ഞപ്പോൾ അത് ചെയ്തു. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇന്ന് ഈ ഇതിലുള്ളത്. ഇനി 15 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല? അപ്പൊ നമുക്ക് എന്നാലും വേഗം അടുത്ത ശ്ലോകം തുടങ്ങാം. ശ്ലോകം 8 പറയുന്ന ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിൻ ജയ അശ്വത്ഥാമ വികർണശ്ച സൗമദത്ത് തഥൈവച. അപ്പൊ ഇനി ദുര്യോധനന്റെ സൈന്യത്തിലുള്ള കേമന്മാരെ പറയാണ്. ആരൊക്കെയാണ്? ഭവാൻ. ഭവാൻ എന്ന് വെച്ചാൽ അങ്ങ്. അങ്ങെന്ന് പറഞ്ഞ അത് റെസ്പെക്ട്ഫുൾ ആയിട്ട് സംബോധന ചെയ്യുന്ന ഭവാൻ എന്നുള്ള, അല്ലെങ്കിൽ ത്വം എന്നൊക്കെ പറയും. നമ്മൾ ഒരേ ഇതിലുള്ള ഈക്വൽ ആയിട്ടുള്ളവരെ പറയുമ്പോൾ ത്വം എന്ന് യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ ഭവാൻ അങ്ങുണ്ട്, പിന്നെ ഭീഷ്മരുണ്ട്, കർണനുണ്ട്, കൃപാചാര്യരുണ്ട്,
എന്ന് പറയാണ്. ഇവരെല്ലാരും നല്ല മിടുക്കരായിട്ടുള്ളവരാണ്, എപ്പോഴും ജയിക്കുന്നവരാണ്, പോരില് എപ്പോഴും അവര് ജയിക്കുന്നവരാണ്. പിന്നെ അശ്വത്ഥാമാവുണ്ട്, വികർണനുണ്ട്, സൗമദത്തസ് എന്ന് പറഞ്ഞാൽ സോമദത്തന്റെ മകനുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇതില് നമ്മൾ നോക്കുകയാണെങ്കിൽ അതുകൂടെ വായിക്കട്ടെ ഭാവാർത്ഥവും. യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവരായ താങ്കൾ, ഭീഷ്മർ, കർണൻ, കൃപൻ, അശ്വത്ഥാമാവ്, വികർണൻ, സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ് എന്നിവരും ഉണ്ട് എന്ന് പറയാണ്. ഇവരെല്ലാവരും സ്വന്തം സൈന്യത്തിലുള്ള നല്ല കേമരായ യോദ്ധാക്കളാണ്. ഇനി ഭാവാർത്ഥത്തില് സ്വപക്ഷത്തുള്ള മികച്ച സേനാനികളെയും ദുര്യോധനൻ എണ്ണി പറയുന്നു. യുദ്ധത്തിൽ തോൽവി ഇല്ലാത്തവരാണ് ആ വീരന്മാർ. വികർണൻ ദുര്യോധനന്റെ സഹോദരനും അശ്വത്ഥാമാവ് ദ്രോണന്റെ പുത്രനും സൗമദത്തി അഥവാ ഭൂരിശ്രവസ് ബാഹ്ലീക രാജാവിന്റെ മകനുമാണ്. പാണ്ഡുവുമായുള്ള വിവാഹത്തിന് മുമ്പ് കുന്തിക്ക് പിറന്ന പുത്രനാകയാൽ അർജുനന്റെ ഭ്രാതാവാണ് കർണൻ. ദ്രോണാചാര്യരാകട്ടെ കൃപാചാര്യരുടെ സഹോദരി ഭർത്താവും. അപ്പൊ ഇവരൊക്കെയുള്ള റിലേഷൻഷിപ്പുകൾ പറയാണ്. അപ്പൊ ആരൊക്കെയാണ് മിടുക്കരായിട്ടുള്ളത്? തോൽവി അറിയാത്തവരായ വീരന്മാരാരൊക്കെയാണ്? ഭവാൻ, അങ്ങ് എന്ന് പറഞ്ഞാൽ ദ്രോണാചാര്യര്, ഭീഷ്മര്, കർണന്, കൃപ, അശ്വത്ഥാമാവ്, വികർണൻ, സോമദത്തന്റെ മകനായ ഭൂരിശ്രവസ്, ഇത്രയും പേര്. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ആരാണ് സേനാപതി? ഈ വാർ സ്റ്റാർട്ട് ചെയ്യുമ്പോ ആരാണ് സേനാപതി? ഭീഷ്മരാണ്. പക്ഷേല് ദ്രോണാചാര്യരെ ആദ്യം പറയുന്നു. അത് ഭീഷ്മര് കേൾക്കുന്നുണ്ട് അപ്പുറത്തിരുന്ന്, അല്ലെ? അപ്പൊ ഭീഷ്മര് കേൾക്കെ തന്നെ ദ്രോണാചാര്യരെ ആദ്യം എടുത്ത് പറയുന്നു. അത് അറിയാം, അത് ഭീഷ്മര് കേട്ടാലും ഭീഷ്മന് കുഴപ്പമില്ല എന്നുള്ള. എന്തുകൊണ്ടാണ്? ഈ ദ്രോണാചാര്യര് ബ്രാഹ്മണരായിട്ട്, ബ്രാഹ്മണന്മാർക്ക് ക്ഷത്രിയനെക്കാട്ടിലും ഹയർ സ്റ്റാറ്റസ് ആണ് സൊസൈറ്റിയില്. അപ്പൊ ഭീഷ്മർക്ക് ബ്രാഹ്മണരെ വലിയ ബഹുമാനവുമാണ്. അതുകൊണ്ട് ഭീഷ്മർക്ക് അതുകൊണ്ട് പ്രയാസം ഉണ്ടാവില്ല എന്ന് ദുര്യോധനന് അറിയാം. അതുമല്ല, നമ്മൾ ആരുടെങ്കിലും അടുക്കല് ഒരു കാര്യം പറയുമ്പോൾ അവരും ഉണ്ട് ആ കൂട്ടത്തിൽ എന്ന് വെച്ചാൽ അവരെ ആണ് ആദ്യം നമ്മൾ എപ്പോഴും സംബോധന ചെയ്യുന്നത്, അല്ലേ? ഇപ്പം നമ്മളുടെ ക്ലാസ്സിൽ ഇത്രയും പേരുണ്ട് എന്ന്, നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഈ കളിക്ക് ഇത്രയും പേരുണ്ട് എന്ന് പറയുമ്പം ആ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആളും ആ കളിയിലുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ പേര് ആദ്യം പറയും, അല്ലെ? അത് നോർമലി നമ്മൾ അങ്ങനെ ചെയ്യും. അതുകൊണ്ട് കൂടിയാണ് ഭവാനി വെച്ച് തുടങ്ങുന്നത്. പിന്നെ അത് കേട്ടോണ്ട് ഭീഷ്മർക്ക് അതിൽ കൊണ്ട് ഒരു പ്രയാസം തോന്നില്ല എന്നും മനസ്സിലാകുന്നുണ്ട്. പിന്നെ അടുത്തത് പറയുന്ന കർണന്റെ പേര് എന്തിനു പറയുന്നു? കർണൻ അവിടെ ഇല്ല. ആദ്യം ഫൈറ്റിംഗ് ചെയ്യുമ്പോ ആദ്യം ആ യുദ്ധകളത്തില് കർണനില്ല. എന്താന്ന് വെച്ചാൽ കർണന് ഭീഷ്മര് ഫൈറ്റ് ചെയ്യുന്നത്തോളം, ഭീഷ്മര് സേനാപതിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നിടത്തോളം കാലം ഞാൻ ഈ വാറിൽ പങ്കെടുക്കില്ല എന്ന് കർണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാല് കർണൻ ഇങ്ങനെ പൊങ്ങച്ചം പറയായിരുന്നു, ഞാൻ ഈ അർജുനനെ ആ പാണ്ഡവരെയൊക്കെ ഒറ്റ ഇതിൽ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴ് ഭീഷ്മര് അത് കേട്ടപ്പോ പറഞ്ഞു, ദുര്യോധനനെ അങ്ങനെ എപ്പോഴും പറയും. ദുര്യോധനനെ ഈ ഫൈറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് തന്നെ കർണനാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനുണ്ടല്ലോ, ഞാൻ അവരെയൊക്കെ കൊന്നുകളയും എന്നൊക്കെ പറയുമ്പം ദുര്യോധനൻ എന്നാ പിന്നെ നമുക്ക് ഫൈറ്റ് ചെയ്യാം, അവരെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ രാജ്യം പങ്കിടേണ്ട കാര്യമേ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ വാറിന് പ്രോത്സാഹിപ്പിച്ചത് കർണനാണ്. അപ്പൊ കർണനെ ഭീഷ്മര് അപ്പൊ പറയും, എന്നിട്ട് എവിടെ പോയി നിന്റെ ശൗര്യമെല്ലാം? നിങ്ങൾ വിരാടിന്റെ രാജ്യത്ത് പോയി അർജുനൻ നിങ്ങളെ ഫൈറ്റ് ചെയ്തപ്പം തുന്നം
പഠിച്ചതല്ലേ എന്ന് പറയും. നിങ്ങളെ തോൽപ്പിച്ചില്ലേ എന്ന് ചോദിക്കും. അപ്പൊ അപ്പൊ അതെല്ലാം കേട്ടപ്പോ കർണന് ക്ഷീണമാകും. അതുകൊണ്ട് കർണൻ പറയും, ഈ ഒരാള് സേനാപതി ആയിരിക്കുമ്പോ ഞാൻ യുദ്ധത്തിനേ ഇല്ല, ഞാൻ മാറി നിൽക്കും എന്ന് പറയും. എന്നിട്ടും ദുര്യോധനൻ കർണന്റെ പേരാണ് മൂന്നാമത് പറയുന്നത്. സേനാപതികളായവരെ രണ്ടുപേരെയും പറഞ്ഞിട്ട് പിന്നെ പറയുന്ന പേര് കർണന്റെയാണ്. അത് എന്തുകൊണ്ടാണ്? എന്താന്ന് വെച്ചാൽ ദുര്യോധനന്റെ മനസ്സില് നിറഞ്ഞു നിൽക്കുന്ന കർണനാണ്. നമ്മളുടെ മനസ്സിലുള്ളതാണ് പുറത്തു വരുന്നത്, അല്ലെ? അപ്പൊ കർണനെ കുറിച്ച് ഈ ഭീഷ്മരെയും ദ്രോണരെ കുറിച്ച് അത്ര ഒരു കോൺഫിഡൻസ് ഇല്ല ദുര്യോധനന്. അവര് എന്താന്ന് വെച്ചാൽ അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടം പാണ്ഡവരെയാണെന്ന് അറിയാം. അതുകൊണ്ട് അവര് എങ്ങനെയാ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന, അവർക്ക് ഒരു ഫേവറബിൾ ആയിട്ട് ഫൈറ്റ് ചെയ്യുമോ എന്ന ഒരു ചെറിയ ഒരു സന്ദേഹമുണ്ട് ദുര്യോധനന്റെ മനസ്സിൽ. പക്ഷെ കർണനെ കുറിച്ച് അങ്ങനെ ഒരു ഭയമേ ഇല്ല. കർണന് ഒരിക്കലും അവർക്ക് ഫേവറായിട്ട് ചെയ്യില്ല. കർണൻ എപ്പോഴും പറയും, ഞാൻ അർജുനനെ കൊല്ലും എന്ന് എപ്പോഴും പറയുന്നതാണ്. കർണന് അർജുനനായിരുന്നു ഏറ്റവും വലിയ ശത്രു. അപ്പൊ അത് കാരണം കർണന് അങ്ങനെ ഒരു ദുര്യോധനന് അങ്ങനെ, അതുകൊണ്ടാണ് കർണനെ പറയുന്നത്. കർണന് കൂടെ നിൽക്കും, കർണനുണ്ടെങ്കിൽ എനിക്ക് വിക്ടറി ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ട്. പിന്നെ കൃപാചാര്യര് ദ്രോണാചാര്യരെ പോലെ തന്നെ ഇവരെ ആയുധകല പഠിപ്പിച്ച ഗുരുവാണ്, ആചാര്യനാണ്. പിന്നെ അശ്വത്ഥാമാവാണ് ദ്രോണാചാര്യരുടെ മകന്. ഞാൻ ഇന്നലെ പറഞ്ഞു അല്ലെ, അശ്വത്ഥാമാവ് 18ാമത്തെ ദിവസം വോറെല്ലാം കഴിഞ്ഞിട്ടും പോയി ശിബിരത്തിൽ, പാണ്ഡവരുടെ ശിബിരത്തിൽ കയറി അവരെ എല്ലാരും, അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാരെയും കൊന്നു, അല്ലെ? പാണ്ഡവരുടെ മക്കളെ വരെ കൊന്നു. പിന്നെ പറയുന്ന വികർണൻ ശരിക്കും കുറച്ച് പാണ്ഡവരോടൊരു ഒരു കുറച്ച് ചായ്വുള്ളതായിരുന്നു വികർണന്. ഈ ദ്രൗപദിയെ ആക്ഷേപിച്ച സമയത്ത് വികർണൻ പറഞ്ഞു എഗെയിൻസ്റ്റ് ആയിട്ട്, ഇത് ചെയ്യുന്ന തെറ്റാണ് എന്ന് വികർണൻ അവിടെ ഇരുന്ന് പറഞ്ഞു. ഭീഷ്മരോ വിതുരരോ ഒന്നും മിണ്ടാത്ത ആ ഒരു സഭയില് വികർണനാണ് പറയാന് ധൈര്യമുണ്ടായിരുന്നത്. അപ്പൊ കർണൻ പറഞ്ഞു, വലിയ ആൾക്കാര് എതിരി പറയുന്നില്ല, പിന്നെ നീയാണോ പറയാനിരിക്കുന്നത്? അപ്പൊ വലിയ ആൾക്കാര് യെസ് വെച്ചു. അവരുടെ സൈലൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യെസ്, ചെയ്തത് തെറ്റല്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് നീ മിണ്ടാതിരിക്കാൻ പറയും. അപ്പൊ വികർണനെ എടുത്ത് പറയുന്ന അതുകൊണ്ടാണ്. വികർണനെ കുറിച്ചും ഒരു ചെറിയ സംശയം ദുര്യോധനൻ ഇല്ലാതില്ല. അതുകൊണ്ട് വികർണനെ എടുത്ത് പറയുന്നു. വികർണൻ അത് കേൾക്കണം. എന്നിട്ട് വികർണൻ, എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ നല്ലോണം ഫൈറ്റ് ചെയ്യണം എന്നുള്ളത് തോന്നാൻ വേണ്ടി. പിന്നെ സൗമദത്ത്, ഈ ഭൂരിശ്രവ ശരിക്കും ബാഹ്ലീക രാജാവ് എന്ന് പറയുന്നത് ശന്തനു മഹാരാജന്റെ എന്ന് വെച്ചാൽ ഭീഷ്മരുടെ അച്ഛന്റെ സഹോദരനാണ്, മൂത്ത സഹോദരനാണ്. എന്നിട്ട് ആ സഹോദരന്റെ മകനാണ് സോമദത്തന്. ആ സോമദത്തന്റെ മകനാണ് ഭൂരിശ്രവസ്. അപ്പൊ നോക്കിക്കേ, എത്ര ജനറേഷൻ ആയി അല്ലേ ഈ വോറില്. ഭീഷ്മരുടെ അച്ഛൻ, ഭീഷ്മരുടെ ബ്രദേഴ്സ് ആയിരുന്നു വിചിത്രവീര്യനും ചിത്രഗതനും. അപ്പൊ വിചിത്രവീര്യരുടെ മക്കളാണ് ധൃതരാഷ്ട്രരൊക്കെ. എന്നിട്ട് ധൃതരാഷ്ട്രരുടെ മക്കളാണ് ഇപ്പം ദുര്യോധനനൊക്കെ. ദുര്യോധനന്റെ മക്കളും പാണ്ഡവരുടെ മക്കളും എല്ലാം ഈ വോറിലുണ്ട്, അല്ലെ? അഭിമന്യു, ലക്ഷൻ മറ്റാണ് ദുര്യോധനന്റെ മകന്റെ പേര്, അവരെല്ലാം ഉണ്ട്. എന്നിട്ട് പറയുന്നത് ഈ ദുര്യോധനന്റെ മകന്റെ മകനും ഉണ്ടായിരുന്നു വോറിലെന്നാണ് പറയുന്നത്. അപ്പൊ 5-6 ജനറേഷൻ ഉണ്ടായിരുന്നു ഈ വോറില് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇത്രയും പേര് ആണ് ഈ ശ്ലോകത്തില് പറയുന്നത്.
നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ദ്രോണാചാര്യരെ ആദ്യം പറഞ്ഞത്, പിന്നെ കർണനെ എന്തിന് ഇപ്പൊ സംബോധന ചെയ്തു, പിന്നെ നമ്മൾ ഈ ഇത് ഞാൻ ഇന്നലെ ഇത് ക്ലാസ്സിൽ എടുത്തോ? ആർക്കെങ്കിലും പറയാമോ ഞാൻ 8ാമത്തെ ശ്ലോകം ഇന്നലെ എടുത്തോന്ന്? ഈ ക്ലാസ്സിൽ ആരും മിണ്ടില്ലല്ലേ? രാവിലത്തെ ക്ലാസ് ഇങ്ങനെയല്ല. ക്ലാസ്സിലാണ് മാതാജി എടുത്തത്. അവിടെ പറഞ്ഞു. മറ്റേ ക്ലാസ്സിലാണ്. അതെ അതെ, അവിടെ പറഞ്ഞിരുന്നു. ഇവിടെ ഞാൻ ഇപ്പൊ താമസിച്ചായി. ശരി ശരി. അപ്പൊ ഈ ക്ലാസ്സിലല്ലായിരുന്നു. അപ്പം കർണന് ആരാണെന്നറിയാലോ അല്ലെ? കർണന് അർജുനന്റെ ഭ്രാതാവാണെന്ന് വെച്ചാൽ ബ്രദറാണെന്ന് പറയുന്നു ഇതില്. എങ്ങനെയാ ബ്രദർ ആയത്? അവര് 5 പാണ്ഡവരല്ലേ ഉള്ളൂ. പാണ്ഡുവിനും കുന്തിക്കും മാദ്രിക്കും കൂടി 5 പേരേ ഉള്ളൂ. അപ്പൊ ഈ കർണൻ ഉണ്ടായത് കുന്തി ദേവിക്ക് കല്യാണത്തിന് മുമ്പായിരുന്നു. അത് രാജകൊട്ടാരത്തില് കുന്തി ശരിക്കും കൃഷ്ണന്റെ അച്ഛനായ വസുദേവന്റെ സിസ്റ്ററാണ്. അപ്പൊ അവരുടെ അച്ഛന്റെ പേരാണ് ശൂരസേനൻ. അപ്പൊ ശൂരസേനന്റെ ഏറ്റവും വലിയൊരു ഫ്രണ്ടായിരുന്നു കുന്തി ഭോജൻ. അപ്പൊ കുന്തി ഭോജന് മക്കളില്ലാഞ്ഞപ്പം ശൂരസേനന് പൃഥ എന്ന് പറയുന്ന മകളെ കൊടുത്തു. ആ മകൾക്ക് പിന്നെ കുന്തി എന്നുള്ള പേര് കിട്ടി. കുന്തി ഭോജന് വളർത്തിയ കാരണം കുന്തി എന്നുള്ള പേര് കിട്ടി. അങ്ങനെ കുന്തി ഭോജയുടെ പാലസില് ആര് വന്നു? ദുർവാസാവ് വരും. അപ്പം കുന്തി നല്ലോണം ശുശ്രൂഷിച്ചു. അപ്പൊ ഒരു മന്ത്രം കൊടുത്തിട്ട് പറയും, നീ ഈ മന്ത്രം പറഞ്ഞാല് നിനക്ക് ഇഷ്ടമുള്ള ഒരു ദേവനെ നിനക്ക് വരുത്താം, എന്നിട്ട് അവർ എന്ത് വേണമെങ്കിലും അവര് ചെയ്തു തരും എന്ന് പറയും. അപ്പൊ ഈ കുട്ടി, അത് കൊച്ചുകുട്ടിയാണ്. അപ്പൊ ആ കുട്ടി ആ ജനലിൽ കൂടെ നോക്കുമ്പോ സൂര്യനെ കാണും. അപ്പൊ സൂര്യനെ കാണുമ്പം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, സൂര്യനെ വന്നിരുന്നെങ്കിൽ നല്ലായിരുന്നു, സൂര്യനെ പോലെ ഒരു മകനുണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്നിങ്ങനെ ചുമ്മാ വിചാരിക്കും. അപ്പൊ സൂര്യൻ അവിടെ പ്രത്യക്ഷപ്പെടും. ആ മന്ത്രം പറഞ്ഞിട്ട് അപ്പം സൂര്യൻ അവിടെ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് കൊടുക്കുന്ന കുഞ്ഞാണ് കർണൻ. അപ്പൊ കല്യാണം കഴിക്കാത്ത കാരണം ഈ കുഞ്ഞിനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴ് അതിനെ ഒഴുക്കി വിടും, ഒരു ബാസ്ക്കറ്റിലിട്ടിട്ട് വെള്ളത്തിൽ ഗംഗയില് ഒഴുക്കും. അത് വന്ന് അക്കരയിൽ ചെല്ലുമ്പോഴ് അവിടെ അതിരഥനും രാധെ എന്ന് പറയുന്ന അവര് സൂതരാണ്. സൂതരെന്ന് പറഞ്ഞാല് അവര് ഈ രഥമൊക്കെ ഓടിക്കുന്ന സാരഥിമാരുടെ ഒരു കുലത്തിലാണ്. അവരുടെ ജോലി അതാണ്. അപ്പൊ അവിടെയാണ് കർണൻ വളരുന്നത്. അത് കഴിയുമ്പം ഈ ഇവിടെ ഇവരുടെ പഠിത്തമൊക്കെ കഴിയുമ്പോ ദ്രോണാചാര്യര് ഇവരെ കൊണ്ട് ഒരു ടെസ്റ്റ്, ഒരു എക്സിബിഷൻ പോലെ അവര് ഓരോരുത്തവരെ എന്തൊക്കെ പഠിച്ചു എന്ന് ആ ജനങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു എക്സിബിഷൻ പോലെ വെക്കും. അപ്പൊ ആ എക്സിബിഷനില് ഓരോരുത്തവര് അവര് പഠിച്ച കലകളൊക്കെ കാണിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അർജുനന് ഭയങ്കര കേമമായിട്ട് ചെയ്തപ്പോ എല്ലാരും വളരെ പുകഴ്ത്തുകയായിരുന്നു. അപ്പൊ അവിടെ ഈ കർണൻ വരും. എന്നിട്ട് കർണൻ പറയും, ഞാൻ ഇതിനേക്കാളും നല്ല വിദ്യകൾ കാണിച്ചു തരാം എന്ന് പറയും. അപ്പൊ നീ ആരാണ് എന്ന് പറയുമ്പം ഞാനിങ്ങനെ അതിരഥന്റെ മകനാണ്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഇവിടെ രാജാവിന്റെ മക്കളാണ് അല്ലെ? അതിന് പ്രിൻസിന് എന്താണ് മലയാളത്തിൽ പറയുന്നത്? രാജകുമാരന്മാരുടെ കൂടെ നിന്ന് നിനക്ക് ഇത് കാണിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പം ദുര്യോധനൻ പറയും, എന്നാ ഞാൻ ഇവനെ രാജാവാക്കുകയാണ്. ചേതി രാജ്യത്തിന്റെ ചേതി രാജ്യത്തുണ്ടായിരുന്ന ശിശുപാലനല്ലേ, അംഗരാജ്യത്തിന്റെ രാജാവ് ഞാൻ ആക്കുകയാണ് എന്ന് പറഞ്ഞ് അപ്പൊ പിന്നെ എതിർക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്നിട്ട് അതില് അവിടെ ചെയ്യും കർണൻ.
എന്നിട്ട് അപ്പൊ ഈ കർണനെ കാണുമ്പോ തന്നെ അമ്മയ്ക്ക് മനസ്സിലാവും, കുന്തിക്ക് മനസ്സിലാവും ഇത് എന്റെ മോനാണെന്ന്. പക്ഷെ അവിടെ വെച്ച് ഒന്നും മിണ്ടിയില്ല. കുന്തി പറഞ്ഞാൽ മതിയായിരുന്നു, എന്റെ മകനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെ അംഗരാജാവൊന്നും ആകേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരുന്നു അല്ലെ. അപ്പൊ കർണന് കുറച്ചൊരു ക്ഷീണം വന്നു. അങ്ങനെ നിനക്ക് ഇവിടെ രാജകുമാരന്മാരുടെ ഇടയിലിരുന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ. അപ്പൊ കർണന് ജനിച്ചപ്പോ തന്നെ കവചവും കുണ്ടലവും ആയിട്ടാണ് ജനിച്ചത് തന്നെ. അപ്പൊ ആ കവചവും കുണ്ടലവും കണ്ടിട്ടാണ് അമ്മയ്ക്ക് മനസ്സിലായത് ഇത് മകനാണ് എന്നുള്ളത്. അങ്ങനെയാണ് കർണന്റെ ജനനം. അത് കഴിഞ്ഞിട്ട് കർണന് ഇവിടുന്ന് ഇറങ്ങിപ്പോയി പരശുരാമന്റെ അടുക്കൽ ചെല്ലും ആയുധവിദ്യ പഠിക്കാന്. എന്നിട്ട് പരശുരാമന്റെ അടുക്ക പറയും ഞാൻ ബ്രാഹ്മണനാണെന്ന് പറയും. ക്ഷത്രിയരെ പരശുരാമൻ 21 തവണയായിട്ട് ക്ഷത്രിയന്മാരെ എല്ലാം കൊന്നതാണല്ലോ. അപ്പം കർണൻ അറിയുമില്ല ക്ഷത്രിയനാണെന്ന്. കർണൻ വിചാരിച്ചിരുന്നത് ഞാൻ ഒരു സൂതപുത്രനാണെന്നാണ്. അപ്പൊ സൂതന്റെ മകനാണെന്ന് പറയാനുള്ള മടി കൊണ്ട് ബ്രാഹ്മണനാണെന്ന് പറയും. എന്നിട്ട് കലകളെല്ലാം പഠിക്കും. അത് കഴിഞ്ഞേച്ച് ഒരു ദിവസം ക്ഷീണമായിട്ട് പരശുരാമൻ കർണന്റെ മടിയിൽ തല വെച്ചുറങ്ങുമ്പം കർണനെ എന്തോ ഒരു ഇൻസെക്റ്റ് കടിക്കും. ആ കടിച്ചിട്ട് ചോര വരും. ചോര എന്നിട്ട് പരശുരാമന്റെ ദേഹത്ത് വീഴും. അപ്പൊ പരശുരാമൻ എണീറ്റ് നോക്കുമ്പം ഇതാണ് സംഭവം എന്ന് മനസ്സിലാകുമ്പോ പറയും, നീ ഒരു ക്ഷത്രിയൻ അല്ലാതെ നിനക്ക് ഇത് സഹിക്കാനുള്ള സഹനശക്തി ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ നീ ഒരു ക്ഷത്രിയനാണ് എന്ന് മനസ്സിലായി. എന്നിട്ട് ശപിക്കും, നിനക്ക് ആവശ്യം വരുമ്പം നിന്റെ ഇതെല്ലാം നീ മറന്നു പോകും എന്ന് ശപിക്കും. അതുപോലെ തന്നെ കർണൻ ഒരു ബ്രാഹ്മണന്റെ ഒരു പശുവിനെ കൊല്ലും. അറിയാതെ കൊല്ലുന്നതാണ്. പക്ഷെ ആ ബ്രാഹ്മണനും ശപിക്കും, നീ ആയുധമെല്ലാം നിന്റെ കയ്യിൽ നിന്ന് മാറി ഇരിക്കുമ്പോഴായിരിക്കും നിന്നെ കൊല്ലാൻ പോകുന്നത് എന്ന് പറയും. അങ്ങനെ ഈ 2 ശാപം കൂടെ കിട്ടും. അതുപോലെ തന്നെ ആ 18-ാം ദിവസം രാവിലെ കർണന്റെ രഥം ഈ മണ്ണിൽ പൂണ്ടിപ്പോകും, അകത്തോട്ട് കയറിപ്പോകും. അപ്പോഴ് അത് ആയുധമെല്ലാം മാറ്റി വെച്ച് താഴെ ഇറങ്ങി ആ ആയുധം രഥം ശരിയാക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് കൃഷ്ണൻ അർജുനന്റെ അടുക്ക പറയും അവനെ ഇത് കൊല്ലാൻ പറയും. അങ്ങനെയാണ് കർണനും മരിക്കുന്നത്. അപ്പൊ കർണൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ അൺഫെയർ ആയിട്ട് എന്നെ കൊല്ലുന്നത് എന്ന് ചോദിക്കും. അപ്പൊ പറയും കൃഷ്ണന്, നീ ദ്രൗപദിയെ എല്ലാരും ആക്ഷേപിച്ചപ്പോഴ് നീ അത് കണ്ടു നിന്നില്ലേ, കർണനാണ് ഏറ്റവും അതിന് ഫോറായിട്ട് നിന്നത് ദ്രൗപദിയെ ഉപദ്രവിക്കാന്. അപ്പൊ അങ്ങനെ നീ നിന്നില്ലേ, അപ്പൊ നിന്റെ ഫെയർനെസ് ഒക്കെ എവിടെ പോയി? അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു മരണം എന്ന് പറയും. അപ്പൊ ഈ വോറില് 3 പേര് കൃഷ്ണന് അറിയാം, 3 പേര് ആയുധം അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവരെ കൊല്ലാൻ പറ്റില്ല എന്നുള്ള. അത് ആരൊക്കെയായിരുന്നു? ഭീഷ്മര്, ദ്രോണാചാര്യരും കർണനും. അപ്പൊ ഈ 3 പേരെയും ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാക്കി അവർക്ക് ആയുധം ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് അവരെ കൊല്ലാൻ വേണ്ടി അതൊക്കെ ഓർക്കസ്ട്രേറ്റ് ചെയ്തത് ആരാണ്? അതൊക്കെ അങ്ങനെയുള്ളൊരു സംഭവം ആക്കി അതിനെ അങ്ങനെ ആക്കിയെടുത്തത് ആരാണ്? കൃഷ്ണൻ അല്ലെ. അപ്പൊ ആ കൃഷ്ണനാണ് ഏറ്റവും വലിയ പങ്കുണ്ടായിരുന്ന ആ കുരുക്ഷേത്ര വാറിൽ. ഓരോ ആൾക്കാരും വലിയ യോദ്ധാക്കളൊക്കെ മരിക്കാനുള്ള സാഹചര്യം, അതിനുള്ള പരിതസ്ഥിതിയൊക്കെ ഉണ്ടാക്കിയത് കൃഷ്ണനാണ്. എന്നിട്ട് ദുര്യോധനന് പാണ്ഡവരുടെ സൈന്യത്തിലെ യോദ്ധാക്കന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ കൃഷ്ണനെ കുറിച്ച് മാത്രം പറഞ്ഞില്ല. എന്തുകൊണ്ടാണത്? കൃഷ്ണന് ആയുധം എടുക്കില്ലാത്ത കൊണ്ട് കൃഷ്ണനെ കുറിച്ച് പറയേണ്ട ആവശ്യത ഉണ്ട് എന്ന് തോന്നിയില്ല ദുര്യോധനന്. ദുര്യോധനന് മനസ്സിലാക്കിയില്ല കൃഷ്ണന് ഇത്രയും പരമ ദിവ്യോത്തമ പുരുഷനാണ് എന്നുള്ള ആ ഒരു ബോധം ദുര്യോധനനില്ലായിരുന്നു. അപ്പൊ നമ്മൾക്ക് ചിലപ്പോ തോന്നും അല്ലെ, 5000 കൊല്ലം മുമ്പ് നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് കൃഷ്ണനെ നേരിട്ട് കാണായിരുന്നല്ലോ, ഇങ്ങനെ ഒരു
പരമദിവ്യോത്തമ പുരുഷനെ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ശരിക്കും കൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്ന കൃഷ്ണന്റെ അവതാര സമയത്ത് കയ്യിലെണ്ണാൻ മാത്രം ആൾക്കാർക്കേ അറിയാമായിരുന്നുള്ളൂ കൃഷ്ണൻ ആരാണ്, കൃഷ്ണന്റെ റിയൽ പവർ എന്താണ്, കൃഷ്ണന്റെ മഹിമ ഒക്കെ അറിയാവുന്ന വളരെ കുറച്ച് പേർക്കേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെയൊക്കെ വിചാരിച്ച എന്താ, വെറും ഒരു മനുഷ്യനാണെന്ന്. ദുര്യോധനനും അങ്ങനെയാണ് കരുതിയത്. അതാണ് ഈ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലെസൺ. കർണന് കുറേ നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. ദാനം നല്ലോണം കൊടുക്കുമായിരുന്നു, ചാരിറ്റി. ഇപ്പം ഒരിക്കല് എന്ത് ചെയ്തു, ഇന്ദ്രൻ വരും കുണ്ടലവും കവചവും ചോദിച്ചോണ്ട്. എന്തിനാ? അർജുനന്റെ അച്ഛനാണ് ഇന്ദ്രൻ അല്ലെ. അപ്പം ഈ കവചവും കുണ്ടലവും ഉണ്ടെങ്കിൽ കർണനെ കൊല്ലാൻ പറ്റില്ല എന്നറിയാം. അപ്പൊ കർണൻ അർജുനനെ കൊല്ലും അല്ലെ. രണ്ടുപേരിൽ ഒരാളെ നിൽക്കുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അർജുനനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ബ്രാഹ്മണന്റെ വേഷമിട്ടുകൊണ്ട് കർണന്റെ അടുക്ക പോയി കവചവും കുണ്ടലവും ചോദിക്കും. അപ്പൊ കർണന് മനസ്സിലാകും ഇത് ഇന്ദ്രനാണ് എന്നുള്ള, എന്നിട്ടും കൊടുത്തു. അത്രയും ദാനശീലമുള്ളതാണ് കർണൻ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ 8ാമത്തെ ശ്ലോകം കഴിഞ്ഞു. ഇനി നാളെ നമുക്ക് 9ാമത്തെ ശ്ലോകത്തിൽ പോവാം. ഹരേ കൃഷ്ണ. അപ്പം ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. നിർത്തട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാരും ക്വയറ്റാണ് അല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ.